ഓക്കെ, വിചാരിക്കുന്നു. ഓക്കെ, സോ ഒരു സൈഡിൽ യേശുവിനെ നിർത്തുക, ഒരു സൈഡിൽ നമ്മളെ നിർത്തുക. യേശു എന്തൊക്കെ ഈ ലോകത്തിൽ ചെയ്തോ അതെല്ലാം ചെയ്യാൻ കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ചാട്ട് ഈ വാക്യങ്ങളെല്ലാം വായിക്കുക, നിങ്ങൾ അത് മനസ്സിലാക്കുക. യേശു രോഗിയെ സൗഖ്യമാക്കി, നമ്മളോട് അത് ചെയ്യാൻ പറഞ്ഞു. യേശു പ്രസംഗിച്ചു, നമ്മളും അതിനെ ചെയ്യാം. മരിച്ചവരെ ഉയർപ്പിക്കാൻ പറഞ്ഞു. ഇതെല്ലാം യേശു എന്തൊക്കെ ചെയ്തോ അതെല്ലാം ചെയ്യാൻ കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളും അത് ചെയ്യുക. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഇവിടെയായിരുന്നു. പൗലോസ് പറയുന്ന ഭാഗം, എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞു നിർത്തുന്ന ഭാഗം ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുക. ആ സർവായുധ വർഗത്തിനകത്ത് ഒരു ആയുധമായിട്ടാണ് ചെരുപ്പിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഷൂവിനെ കുറിച്ച് പറയുന്നത്. സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം നിങ്ങളുടെ കാലിന് ചെരുപ്പായിരിക്കണം എന്ന് പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഇനി ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലായി. ഇതിനകത്തുനിന്ന് ഈ നോ എക്സ്ക്യൂസ്, എല്ലാവരും ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാ. ഇതിനകത്തുനിന്ന് നമുക്ക് ആർക്കും നോ എക്സ്ക്യൂസ്, നോ എക്സ്ക്യൂസ്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇത്രയും 15 റീസൺ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇന്ന് ദൈവസഭകളിൽ മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് സുവിശേഷ വേല എന്ന് പറയുന്നത് എന്റെ പരിപാടിയല്ല, എനിക്കതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല, ഇത് പാസ്റ്ററിന്റെ പരിപാടിയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി സ്പെഷ്യലായി നിയോഗിക്കപ്പെട്ട ആൾക്കാരുടെ ഉത്തരവാദിത്വമാണ് എന്ന് ചിന്തിച്ച് നമ്മൾ ഇതിനകത്തുനിന്ന് ഒഴിയുന്നവരാ. അതുകൊണ്ടാണ് ഇത്രയും റീസൺ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. നോ എക്സ്ക്യൂസ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ഒരു ഇൻഫ്ലുവൻഷ്യൽ വ്യക്തിയായിട്ട്, ഒരു ഡിസൈപ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ മാറാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ ഒന്ന് എടുത്താട്ടെ, മത്തായി സുവിശേഷം അതിന്റെ 28-ാമത്തെ അധ്യായം, ആ ഗ്രേറ്റ് കമ്മീഷൻ തന്നെ എടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതിനകത്തുനിന്ന് ഒരു കാര്യം നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ കർത്താവ് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, പറഞ്ഞ് തുടങ്ങുന്ന കാര്യം. അതായത് ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോൾ തന്നെ ഗ്രേറ്റ് കമ്മീഷനകത്ത് കർത്താവ് പറയുന്ന കാര്യം ഇതാണ്: സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും. മതി. ഓക്കെ, ഈ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് പറയാനല്ല ഞാൻ വരുന്നത്. അതിന്റെ തുടക്കം വായിച്ചു നോക്കി. യേശു അടുത്ത് എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. അപ്പൊ ഈ ഗ്രേറ്റ് കമ്മീഷൻ തുടങ്ങുന്ന എവിടെയാ? കർത്താവിന്റെ മേൽ അധികാരം ഉള്ളത് കൊണ്ടാണ്. ആ അധികാരി ആയതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാനിപ്പോ എന്റെ മേൽ അധികാരമുണ്ട്, അധികാരം ഉള്ളതുകൊണ്ട് കർത്താവ് പറയുക, നൗ യു ഗോ. അപ്പം ഗ്രേറ്റ് കമ്മീഷന്റെ ബേസ് എവിടാ? അധികാരത്തിലാണ്. ഓക്കെ, അപ്പം സുവിശേഷ പ്രവർത്തനത്തിനകത്ത് അല്ലെങ്കിൽ ഡിസൈപ്പിൾഷിപ്പിനകത്ത് നമ്മൾ എല്ലാവരും ചെയ്യണമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ അത് ചെയ്യുമ്പോൾ ആദ്യം കർത്താവ് നമുക്ക് തരുന്ന കാര്യം എന്താണെന്നറിയാമോ? കർത്താവിന്റെ അധികാരം. യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, യേശു ദൈവത്തിന്റെ അധികാരം പ്രാപിച്ചുകൊണ്ടാണ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത്. നമ്മളത് പല വാക്യങ്ങളിലൂടെ കാണാനായിട്ട് പറ്റും. ഈ കാണുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ച് വേഗത്തിൽ എന്നെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും, നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകാനായിട്ട് കഴിയും. ഓക്കെ, ഒരു കാര്യം, വാക്യം വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. യേശു 2 അധികാരത്താലാണ് ശുശ്രൂഷ ചെയ്തത്. ഒന്ന്, സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ അധികാരം യേശുവിന്റെ മേലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കമ്മീഷനിങ് യേശുവിന്റെ മേലുണ്ടായിരുന്നു. അതിന് യഹൂദന്മാരുടെ ഈ ഹീബ്രു ലാംഗ്വേജിൽ പറഞ്ഞാൽ ഷെമീഖ. ഷെമീഖ എന്ന് പറഞ്ഞാൽ ഓർഡിനേഷൻ കിട്ടുക എന്നർത്ഥം. അത് ഹീബ്രു വേർഡാണ് ഷെമീഖ. നമുക്ക് ഈ യഹൂദന്മാരുടെ കൾച്ചർ പഠിച്ചാൽ യഹൂദ റബി ആകുന്ന ഒരാൾക്ക് യഹൂദ റബി ആകണമെങ്കിൽ അവരുടെ ന്യായപ്രമാണം കാര്യങ്ങളും ഒക്കെ പഠിച്ച്, അവരുടെ തൽമൂദുകൾ പഠിച്ച്, റബിമാരുടെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ പഠിച്ച്, ഇതെല്ലാം അവർ മെമ്മറൈസ് ആക്കി കഴിഞ്ഞിട്ട് 30-ാമത്തെ വയസ്സിൽ റബിയുടെ മുൻപിൽ അവരുടെ സിനഗോഗിൽ വന്നിട്ട് അദ്ദേഹം പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കണം, ചോദിക്കുന്നതിന് മറുപടി പറയണം. അങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഒരു റബി ആകാൻ പര്യാപ്തമായി എന്ന് കണ്ടാൽ അവിടെ ഉണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിന് ഒരു ഷോൾ ഇട്ട് കൊടുക്കും. ആ ഷോൾ ഇട്ട് കൊടുത്തിട്ട് അദ്ദേഹത്തെ അനോയിന്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ കമ്മീഷനിങ് ചെയ്യും, അഥവാ അദ്ദേഹത്തെ ഓർഡൈൻ ചെയ്യും. ആ ഓർഡിനേഷന് പറയുന്ന പേരാണ് ഷമീഖ. അത് യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് അങ്ങനെ ഒരു ഓർഡിനേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഒരാൾക്ക് റബി ആകാൻ പറ്റുള്ളൂ. അപ്പൊ യേശു ആ യഹൂദന്മാരുടെ സിസ്റ്റം അനുസരിച്ച് 30 വയസ്സ് വരെ വെയിറ്റ് ചെയ്ത് ആ ഷമീഖ വാങ്ങിച്ചു. എന്ന് പറഞ്ഞാൽ
യഹൂദ സിസ്റ്റം അനുസരിച്ച്, യഹൂദന്മാരുടെ കൾച്ചറും റിലീജിയസ് സിസ്റ്റവും അനുസരിച്ച് യേശു റബ്ബിയായി മാറി. 30-ാമത്തെ വയസ്സിൽ തനിക്ക് കമ്മീഷനിങ് കിട്ടി. പക്ഷെ അത് കൂടാതെ യേശു സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ മനുഷ്യനിൽ നിന്നല്ല, സ്വർഗത്തിൽ നിന്നൊരു ശമീഖയും കൂടെ, ഒരു കമ്മീഷനും കൂടെ കിട്ടി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. സ്വർഗം തന്റെ മുമ്പിൽ തുറന്നു. സ്വർഗം യേശുവിനെ അംഗീകരിച്ചു. ആ അംഗീകരിച്ച നിമിഷം യേശുവിന്റെ മേൽ അധികാരവും ശക്തിയും കൈമാറ്റം ചെയ്യപ്പെട്ടു. അന്നു മുതൽ യേശു ശക്തിയോടെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 28ഉം 29ഉം വാക്യങ്ങൾ. വലിയവൻ ആരുമില്ല, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ജനമൊക്കെ കേട്ടിട്ട് യോഹന്നാന്റെ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. 28, 28, 29 വായിക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ യേശു ന്യായശാസ്ത്രിമാരെ പോലെയും മറ്റുള്ള ആൾക്കാരെ പോലെയല്ല, യഹൂദന്മാരുടെ ആൾക്കാരെ പോലെ അല്ല യേശു സംസാരിച്ചത്. യേശു സംസാരിച്ചതിനകത്ത് അതോറിറ്റി ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ കാര്യം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ മേലും ഒരു ഡിവൈൻ അതോറിറ്റി വ്യാപരിക്കപ്പെടട്ടെ. ഒരു വലിയ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ശുശ്രൂഷയ്ക്ക് മുൻപിൽ ഡിസൈപ്പിളിന് ആദ്യം വേണ്ടിയ കാര്യം എന്താണെന്നറിയാമോ? അതോറിറ്റിയാണ്. യേശു സംസാരിച്ചത് അതോറിറ്റിയോട് കൂടിയാണ്. ലൂക്കോസ് 4:32 കാണാം. യേശു സംസാരിച്ചപ്പോൾ ഈ ശാസ്ത്രിമാരൊക്കെ ഇങ്ങനെ നോക്കി അതിശയപ്പെടുക. കാരണം എന്താണെന്നറിയാമോ? യേശുവിന്റെ മേലൊരു വലിയ അധികാരമുണ്ട്. യേശു സംസാരിച്ചത് അധികാരിയായിട്ടാണ്. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും അത് തന്നെ കാണാം. യേശു സംസാരിച്ചപ്പോൾ അധികാരത്തോടെ സംസാരിച്ചു എന്ന് മാത്രമല്ല, യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്ക് കൊടുത്ത കാര്യം നിങ്ങൾ അതൊന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം. ഇത് എല്ലാവരും മറന്നു പോകാതെ വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട ഒരു വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അവൻ 12 അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ വായിച്ചു നോക്കിയേ. ഈ വായിച്ച ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ്? യേശു തന്റെ ശിഷ്യന്മാർക്ക് ഹാൻഡ് ഓവർ ചെയ്തത് എന്തുവാ? അധികാരമാണ് ഹാൻഡ് ഓവർ ചെയ്തത്. യേശുവിന്റെ മേൽ എന്തുണ്ടായിരുന്നു? അധികാരം ഉണ്ടായിരുന്നു. തന്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ കർത്താവ് എന്തോ കൊടുത്തു? അധികാരം കൊടുത്തു. അപ്പൊ ഈ അധികാരത്തോടും ശക്തിയോടും കൂടെയാണ് നാം ശിഷ്യന്മാരായി ഈ ലോകത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്. ഞാനൊരു കാര്യം കൂടെ ഒന്ന് ഇറക്കി പറഞ്ഞോട്ടെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്ന് പ്രസംഗിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പലയിടത്തും പലതും ചെയ്യുന്നവരുണ്ട്. ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അവന്റെ മേലുള്ള അധികാരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഭൂതം ഇളകിയാൽ 100 ചില്ലറയിട്ട് ഓടരുതെന്നർത്ഥം. ആ ഭൂതത്തിന്റെ മുൻപിൽ കണ്ണിൽ നോക്കി ചോദിക്കാൻ, നീ ആരാണെന്ന് ചോദിക്കാനുള്ള ധൈര്യം ആർക്കുണ്ടാവണം? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവർക്കും ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആ അധികാരം യേശു എന്തോ ചെയ്തത്? യേശുവിന്റെ മേൽ അധികാരം ഉണ്ടായിരുന്നു. യേശു ആ അധികാരം തന്റെ ശിഷ്യന്മാർക്ക് കൈമാറി. ഒരു ഭാഗത്തല്ല, പല സ്ഥലങ്ങളിൽ നമുക്കത് കാണാം. നിങ്ങൾ വീണ്ടും വായിച്ചു നോക്കൂ. അപ്പൊ ഇതിന്റെ 10-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെയും അത് തന്നെ കാണാൻ പറ്റും. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് വന്നേ, അവിടെയും ഇത് തന്നെ കാണാൻ പറ്റും. 70 പേരെ കർത്താവ് നിയമിച്ചയക്കുമ്പോൾ ഒന്ന് വായിച്ചേ. മത്തായി സുവിശേഷം 10-ാം അധ്യായം. അവിടെ അത് തന്നെ കാണുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ പറയുകയാണ്, 1-ാമത്തെ വാക്യം. അനന്തരം അവൻ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അവർക്ക് അധികാരം കൊടുത്തു. ഇന്ന് രാത്രി എല്ലാവർക്കും ഉറപ്പുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരങ്ങളൊന്ന് കാണട്ടെ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാനൊരു ശിഷ്യനാണെന്ന് ഉറപ്പുണ്ട്? ഓക്കെ, ശിഷ്യനാണെങ്കിൽ ഇതും കൂടെ ഒന്ന് എത്ര പേർക്ക് ഉറപ്പിക്കാൻ പറ്റും? എന്റെ മേൽ എന്തോ ഉണ്ട്? ഒരു അധികാരമുണ്ട്. എന്തോ അധികാരമാണ്. ആ അധികാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിട്ട് പോവുക. എന്റെ മേൽ, നിങ്ങളുടെ മേൽ ഒരു വലിയ അധികാരം കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ആ അധികാരികളാണ് നമ്മൾ. ആ അധികാരത്തോട് കൂടെയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത്. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആകാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഇറക്കി പറയാം. നിങ്ങള് ഈ യാക്കോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വന്നേ. യാക്കോബ് 5:17 എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്താൽ മതി. വായിക്കണമെന്നില്ല, നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ആകാശത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞല്ലാതെ. എന്തോ അധികാരം അതല്ലേ?
ആകാശത്തിലെ പ്രകൃതിയെ നോക്കിയിട്ട് പറയുകയാണ്, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല. അതേ മനുഷ്യൻ തന്നെ അടുത്ത 3 വർഷം കഴിഞ്ഞപ്പോൾ ആകാശത്തെ നോക്കിയിട്ട് പറഞ്ഞു, മഴ പെയ്യാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. സോ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇതാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ദൈവമക്കളെ, ഈ അധികാരം എന്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ഉണ്ടോ? ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗത്തെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടോ? കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുക. സോ ഒരു ഡിസൈപ്പിൾ, ഒരു ശിഷ്യന്റെ മേൽ കർത്താവ് ആദ്യം കൊടുക്കുന്നത് അധികാരം. പരിശുദ്ധാത്മ വരുമ്പോൾ അധികാരം നമ്മുടെ മേലുണ്ടാകും. ഓക്കെ, യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം യോശുവ 10:12 നമുക്ക് അറിയാവുന്നതാണ്, വായിക്കേണ്ട കാര്യമില്ല, നിങ്ങളിത് ചിന്തിച്ച് കേട്ടാൽ മാത്രം മതി. യോശുവ പറയുന്നത്, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്കാൻ പറഞ്ഞപ്പോൾ അതുപോലെ സംഭവിച്ചു. ശിഷ്യനാണെങ്കിൽ ഈ അധികാരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും. അതിന്റെ സീക്രട്ട് ഇത്രയേ ഉള്ളൂ. ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടു. ദൈവവചനം അനുസരിക്കുവാനും ദൈവത്തിന്റെ വചനം പ്രമാണിക്കുവാനും നാം തയ്യാറാകുമ്പോൾ ആ സ്പിരിച്വൽ അതോറിറ്റി നമ്മുടെ മേൽ റിസ്റ്റോർ ആകും. ദാറ്റ് ഈസ് ഓൾ. ഇന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ കർത്താവേ അങ്ങയുടെ വാക്കനുസരിക്കാൻ തയ്യാറാകുക, അങ്ങയുടെ ഇഷ്ടം അനുസരിക്കാൻ ഞാൻ തയ്യാറാകുക, എന്റെ മേൽ ദൈവത്തിന്റെ ശക്തിയും അധികാരവും വ്യാപരിക്കണമെന്ന് പറയാൻ? പ്രൈസ് ഗോഡ്. വേറെ ഒന്നും ചെയ്യണ്ട, കർത്താവിനെ അനുസരിച്ചാൽ മതി. അനുസരിക്കുമ്പോൾ അധികാരം നമ്മുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത കാര്യം, നമ്മൾ എങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഈ മിനിസ്ട്രി ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ദൈവമക്കളെ, നമ്മുടെ അകത്ത് ഈ തന്റെ ഇടം ഉണ്ടാകണം, ഈ അധികാരം ഉണ്ടാകണം. ഞാൻ ഓതറൈസ്ഡ് പേഴ്സൺ ആണ്, ഞാൻ അധികാരിയാ. ഒരു പിശാചിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ അധികാരം എന്റെ മേൽ ഉണ്ടെന്ന് നമ്മുടെ അകത്ത് ഉറപ്പും ധൈര്യവും ഉണ്ടാവണം. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത കാര്യം, ലൂക്കോസ് 8 വീണ്ടും വന്നിട്ട് നമ്മൾ മുമ്പേ വായിച്ച വാക്യം, ലൂക്കോസ് 8, 9, 10 ആ 3 ഭാഗങ്ങളും വായിക്കുമ്പോൾ ഇവിടെ കാണാം. 8-ാമത്തെ അധ്യായത്തിൽ യേശു അധികാരത്തോടെ ശുശ്രൂഷ ചെയ്തു എന്ന് കാണാം. 9, 10 വരുമ്പോൾ തന്റെ ശിഷ്യന്മാർക്ക് ഈ അധികാരം കൊടുത്തു എന്ന് കാണാം. സോ ദൈവമക്കളെ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. കർത്താവ് ഇത് അധികാരമൊക്കെ തന്നിട്ടുണ്ട്, സംഭവങ്ങളൊക്കെ ശരിയാ, പക്ഷേ സംഗതി നമ്മുടെ കയ്യിൽ ഉണ്ടോ? ഈ അധികാരം ഉണ്ടോ നമ്മുടെ കയ്യിൽ? ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ അധികാരിയാ, ഞാൻ അധികാരത്തോടെ? വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തോണേ. എന്തിനാ ഞാനിത് പറയുന്നതെന്ന് അറിയാമോ? നമ്മള് വെറുതെ ചെന്ന് സുവിശേഷം ഒരു വ്യക്തിയോട് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മാനസാന്തരം ഉണ്ടാകത്തില്ല. അധികാരമാണ് നമ്മളെല്ലാം. ഇന്നത്തെ ആത്മഗോളം മിസ് ചെയ്യുന്നത് അധികാരമാണ്. ബാക്കി ഷോ മുഴുവനുണ്ട്. പ്രസംഗമോ പ്രസംഗിച്ച് തകർത്ത് കളയും. നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ പ്രസംഗിച്ച് നമ്മള് സ്റ്റേജ് തകർക്കുന്ന പ്രസംഗം നടത്തും. പക്ഷേ അധികാരത്തിന്റെ കാര്യം വരുമ്പോൾ നോ, അധികാരമില്ല, ശക്തിയില്ല, കാണിക്കാനില്ല. ഞാനത് നിങ്ങൾ വചനത്തിൽ തന്നെ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. പൗലോസ് പറയുന്ന കാര്യം ഓർക്കുന്നുണ്ടോ? എന്റെ വചനം ജ്ഞാനത്തിന്റെയും വശീകരണത്തിന്റെയും വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണെന്ന്. ഡെമോൺസ്ട്രേഷൻ. ഈ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. പൗലോസ് പറയുക, എന്റെ പ്രസംഗത്തിനകത്ത് വാചാലതയല്ല, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ മാത്രമല്ല. അതുകൊണ്ട് പക്ഷെ അതല്ല സംഭവം. സംഭവം എന്തോന്നറിയാമോ? ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിനകത്ത് അത് ഇറ്റ്സ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഡെമോൺസ്ട്രേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് വചനം എന്ന് പറഞ്ഞാൽ. ഞാൻ വചനം പറയുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഡെമോൺസ്ട്രേറ്റ് ആവുന്നത് എന്തുവാ? ദൈവാത്മാവിന്റെ ശക്തിയാ. ശിഷ്യന്മാരായിരിക്കുന്ന ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ശക്തി ഡെമോൺസ്ട്രേറ്റ് ആവണം. ഡെമോൺസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കപ്പെടുക. ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു തരാം. നമ്മളിപ്പോ ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ പോയെന്നിരിക്കട്ടെ. ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ കടയിൽ ചെന്നു. കടയിൽ ചെല്ലുമ്പോൾ അവർ ഫ്രിഡ്ജ് നിങ്ങൾക്ക് കാണിച്ചു തരും. കാണിച്ചു തരുന്നതിന്റെ പേരാണ് ഡെമോൺസ്ട്രേഷൻ, അല്ലെ? പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഫ്രിഡ്ജ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. ഒരു മൈക്ക് മേടിക്കാൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മൈക്ക് അവർ ഓൺ ചെയ്തിട്ട് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. അതിന്റെ പേരാണ് ഡെമോൺസ്ട്രേഷൻ, അല്ലെ പ്രദർശനം എന്ന് പറയുന്നത്. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവാത്മാവ് പറയുക, ഇന്നും നാളെയും ഈ കേൾക്കുന്ന വചനം കൊണ്ട് ഇത് കേട്ടതിന് ശേഷം ഇങ്ങനെ ഇരിക്കാനല്ല, വചനത്തെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ജാതികളുടെ മുൻപിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതിന് മനസ്സുണ്ട്? ദൈവം നിങ്ങൾ ഇന്ന് രാത്രി നിറയ്ക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് രാത്രി ആ ഒരു ആത്മതലത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ മനസ്സുണ്ടോ? ഉണ്ട്. ദൈവം അത് ചെയ്യും.
ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നു. യേശു തന്റെ ശിഷ്യന്മാർക്ക് 2 കാര്യമാണ് കൊടുത്തത്. വായിച്ചു നോക്കി, നിങ്ങൾ മുമ്പ് ഇത് വായിച്ചതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അവൻ 12 പേരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. 2 കാര്യങ്ങളാണ് അവർക്ക് കൊടുത്തത്. ദൈവമക്കളെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനത് തെളിയിക്കാൻ വേണ്ടി 1-2 കാര്യങ്ങളും കൂടെ പറയാം. മറിയയുടെ അടുക്കൽ ദൂതൻ വരുന്ന സംഭവം നമുക്കറിയാം. മറിയയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മറിയ, നീ ഗർഭം ധരിക്കും. അപ്പൊ മറിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ അതിനെ എന്തോന്നിനാൽ അറിയും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഗർഭം ധരിക്കും, അത് ഞാനിതെങ്ങനെ അറിയുന്നേ? അപ്പൊ ദൂതൻ പറഞ്ഞ മറുപടി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ലൂക്കോസ് 1-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. എന്തോ നടക്കുന്ന 2 കാര്യങ്ങള്. ഒന്ന്, ആത്മാവ് നിന്റെ മേൽ വരും, ശക്തി നിന്റെ മേൽ നിഴലിടും. ഇത് രണ്ടും കൂടെ സമ്മേളിക്കുമ്പോഴാണ് മിറക്കിൾ സംഭവിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയുന്ന അർത്ഥത്തിൽ മാത്രമേ ഇതിനെ എടുക്കാവൂ. എന്ന് പറഞ്ഞാൽ ആത്മാവും ശക്തിയും ഒന്നാണെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യുന്നത് 2ആയിട്ടാ. വചനത്തിൽ നിന്ന് ഞാൻ ഒത്തിരി വാക്യം എടുത്തുതരാം, ഒത്തിരി. ഇപ്പൊ പൗലോസിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പൗലോസ് പറഞ്ഞു ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. മറിയയുടെ അടുക്ക ദൂതം വന്നപ്പോൾ പറയുകയാണ്, ആത്മാവ് വരും, അതോടൊപ്പം തന്നെ ശക്തിയും നിഴലിടും, അപ്പോൾ മിറക്കിൾ സംഭവിക്കും. നമ്മള് ഈ ഒരു മേഖലയിലാണ് കുറെ കൂടെ ഒന്ന് ക്ലാരിറ്റി ഉണ്ടാവേണ്ടത്. ശിഷ്യന്മാരായിരിക്കുന്ന നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ മേൽ ആത്മാവുണ്ട്, നമ്മൾ ഈ ആത്മാവിനെ വെച്ചുകൊണ്ടിരിക്കുക. ആത്മാവ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞത്. ഇനി ഒരു കാര്യവും കൂടെ നമ്മുടെ മേൽ ഡെമോൺസ്ട്രേറ്റ് ആവണം. ആ ശക്തിയുടെ പ്രദർശനവും കൂടെ നമ്മുടെ മേൽ ഉണ്ടാകണം. അധികാരത്തിന്റെ വ്യാപാരവും നമ്മുടെ മേൽ ഉണ്ടാകണം. നമ്മൾ നാവ് തുറന്നൊരു കാര്യം പറയുമ്പോൾ അധികാരം വെളിപ്പെടണം. നമ്മൾ കണ്ണു തുറന്ന ഒരാളെ നോക്കുമ്പോൾ അധികാരം വെളിപ്പെടണം. ദേവദാസന്മാർക്കൊക്കെ അറിയാം, ഭൂതമൊക്കെ ഇളകുമ്പോൾ ഭൂതത്തോട് കണ്ണി നോക്കാൻ പറഞ്ഞ ദേവദാസന്മാരെ കണ്ണി ഭൂതം നോക്കത്തില്ല. എന്താണെന്നറിയാമോ? ആ കണ്ണിലൂടെ അധികാരം വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം ഭാര്യയ്ക്ക് നമ്മളെ പേടിയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഭൂതത്തിന് പേടിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക അധികാരം നമ്മുടെ കണ്ണിലൂടെ വ്യാപരിക്കും. അത് അറിയണം. പിശാചിനോട് ചോദിക്കണം. പിശാച് കണ്ണി നോക്കത്തില്ല, അഭിഷക്തന്മാരുടെ കണ്ണി നോക്കത്തില്ല പിശാച്. മിക്കവാറും ഇളകുന്ന ഭൂതങ്ങൾ മുഴുവൻ കണ്ണടച്ചിരിക്കും. കാരണം നമ്മുടെ മുഖത്ത് ദൈവ തേജസ് വ്യാപരിക്കുമ്പോഴുണ്ടല്ലോ, ആ തേജസ്സിലേക്ക് നോക്കാൻ ഒരു പിശാചിന് അധികാരമില്ല. അവന് പറ്റത്തില്ല നോക്കാൻ. ഇന്ന് രാത്രി ദൈവമക്കളെ, ഞാൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിക്കേ. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഇത് സാധാരണക്കാരായ പച്ച വിശ്വാസികളോടാണ് ഇത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരോട് മാത്രം പറയുന്നതല്ല, അല്ലെ പ്രത്യേക ശുശ്രൂഷ ഉള്ളവരോട് മാത്രം പറയുന്ന വാക്യമല്ലത്. ഇന്ന് ചങ്കത്തോട്ട് കൈവച്ചിട്ട് പറയാമോ, ഇത് എന്നെ കുറിച്ച് പറയുന്നത്, എനിക്ക് വേണ്ടിയുള്ള വാക്യമാണെന്ന് പറയാമോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്, ആര് കെട്ടണം? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്. പറഞ്ഞ ഇന്ന് തൊട്ട് ഞാൻ പറയുന്നത്, ഞാൻ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടാൻ പോവുക. ഇന്ന് തൊട്ട് ഞാൻ പറയുന്നത് അതുപോലെ സംഭവിക്കാൻ പോവുക. കർത്താവ് പറയാം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത്. ഇന്ന് വരെ പലതും നിങ്ങളെ പരാജയപ്പെടുത്തിയെങ്കിൽ ഇന്നു മുതൽ അത് നിങ്ങളെ പരാജയപ്പെടുത്തുകയല്ല, നിങ്ങൾ അതിനെ പരാജയപ്പെടുത്തുന്നവരാകട്ടെ. സങ്കീർത്തനത്തിൽ വായിച്ചിട്ടില്ലേ? 91 എഴുതിയിരിക്കുന്നു, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. യെസ്, ബാലസിംഹം. സിംഹത്തെ കുറിച്ച് നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, അവൻ നമ്മളെ വിഴുങ്ങാൻ വേണ്ടി വരികയെന്ന. നമ്മെ വിഴുങ്ങാൻ വരുന്നതിനെ കീഴടക്കുന്നതാ ദൈവശക്തി. രാത്രി ആ ബലം നമ്മുടെ മേൽ വ്യാപരിക്കാൻ ഒന്ന് അന്യഭാഷയിൽ പറഞ്ഞു, ആത്മാവിൽ ഒന്ന് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തേ. നിങ്ങളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്തേ നിങ്ങൾ. യെസ്, ഇന്ന് രാത്രി ഒരു അസാധാരണമായ അധികാരം നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. ദൈവിക അധികാരം നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ അത് എവിടെയൊക്കെ വ്യാപരിക്കും എന്നറിയാമോ? ദാനിയേലോട് ചോദിച്ചാൽ പറയും, ഒരു മൃഗം നിന്റെ നേരെ വളർക്കാൻ വന്നാൽ നിന്റെ മേലുള്ള അധികാരം അതിനെ ഓവർകം ചെയ്യും. ഒരു മൃഗത്തിന് നിന്നെ കടിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? മരണകരമായ യാതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് ഹാനി വരികയില്ല. സാത്താൻ ആകാശത്തു നിന്ന് മിന്നൽ പോലെ വേട്ടേറ്റ് നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്നെ കേൾക്കുന്ന ശിഷ്യന്മാരോട് ഞാൻ പറയട്ടെ, ശിഷ്യന്മാരാണെന്നുള്ള പരിശുദ്ധാത്മാവ് ബോധ്യം നിങ്ങളുടെ അകത്ത് തന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ മേൽ അസാധാരണമായ ഒരു അധികാരം വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളുടെ നാവിന് മേൽ ഒരു വലിയ അധികാരം വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളൊന്ന് നേരെ ഇരുന്നേ, അധികാരികൾ ഇരിക്കുന്ന പോലെ ഇരുന്നേ. നിങ്ങളുടെ മേൽ അധികാരം വ്യാപരിക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞേ.
പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്നാൽ ഇങ്ങനെ ഉണങ്ങിക്കൂടി ഇരിക്കല്ലേ. നിങ്ങൾ അധികാരികളാ, നിങ്ങൾ അധികാരികളാ. അധികാരമുള്ളവൻ ഇരിക്കുന്ന പോലെ ഇരിക്കണം, അധികാരി സംസാരിക്കുന്ന പോലെ സംസാരിക്കണം. ഇന്ന് തൊട്ട് ശിഷ്യന്മാരുടെ മേലുള്ളത് ആദ്യമുള്ളത് അഭിഷേകമാണ്. അഭിഷേകത്തോടകത്ത് വ്യാപരിക്കുന്നത് ദൈവിക അധികാരമാണ്, ഒപ്പം ദൈവശക്തിയുമാണ്. ഈ ശക്തിയും അധികാരവും ഇത് രണ്ടും കൂടെ വർക്ക് ചെയ്താൽ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളെ പരാജയപ്പെടുത്താൻ, നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തെ പരാജയപ്പെടുത്താൻ ഈ ലോകത്തിലെ ഒരു പൈശാചിക മണ്ഡലങ്ങളെ കർത്താവ് അനുവദിക്കത്തില്ല. ജീസസ് ഇന്ന് കർത്താവിന് ശിഷ്യന്മാരെ അല്ല വേണ്ടിയത്, അധികാരം വഹിക്കുന്നവരെ, അധികാരവും ശക്തിയും വഹിക്കുന്ന അഭിഷക്തന്മാരെയാ ദൈവത്തിന് വേണ്ടിയത്. അങ്ങനെയുള്ള ശിഷ്യന്മാരെയാ കർത്താവിന് വേണ്ടിയത്. ദൈവമക്കളെ, പ്രസംഗിക്കാൻ ആർക്കും പറ്റും. ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ചുണയുണ്ടോ എന്ന് എന്റെ ചോദ്യം. നമ്മുടെ ഈ ക്ലാസ് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ അതിന് ചുണയുള്ളവരും പ്രാപ്തിയുള്ളവരും ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കാൻ അറിയാമെങ്കിൽ എല്ലാം ആയെന്ന് ചിന്തിക്കല്ലേ. ദൈവശക്തി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു വ്യക്തിയെ പോലും കർത്താവിന് വേണ്ടി നേടാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ദൈവശക്തിയാണ്. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും വിശദീകരിക്കാൻ വരിക. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വലിയൊരു ഒരു കാഴ്ചപ്പാടാണത്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രൈസ് ഗാഡ്. അധികാരവും ശക്തി ഇന്ന് രാത്രി തൊട്ട് എക്സസൈസ് ചെയ്യാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? എത്ര പേർക്ക് ധൈര്യമുണ്ട്? പറ, ഞാൻ അധികാരിയാന്ന് പറ. എന്റെ മേലെ അധികാരം ഉണ്ടെന്ന്. നിങ്ങൾ പോലീസുകാരെ കണ്ടിട്ടുണ്ടോ? ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസിനെ കണ്ടിട്ടുണ്ടോ? ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസിനെ കണ്ടിട്ടുണ്ടോ? പുള്ളിയുടെ രണ്ട് പ്രത്യേകതയാണുള്ളത്. ഒന്ന്, പുള്ളിക്ക് യൂണിഫോം ഉണ്ട്, യൂണിഫോമിൽ സ്റ്റാർ ഉണ്ട്, കയ്യിൽ ഒരു സ്റ്റോപ്പിന്റെ ചിഹ്നവും കാണും. ഇത്രേ ഉള്ളൂ. ഈ വള്ളി പോലെ, നമ്മുടെ ഭാഷയിൽ മലയാള ഭാഷയിലൊക്കെ പറയുക, വള്ളി പോലെ ഉണങ്ങി നിൽക്കുന്ന ഒരു പോലീസ് ആണേലും 50 കിലോ ഉള്ളെങ്കിലും പുള്ളിക്കാരൻ വഴിയുടെ നടുക്കോട്ട് ഇറങ്ങി എന്ന് വെച്ചാൽ സ്റ്റോപ്പ് എന്ന് കാണിച്ചാൽ എത്ര വലിയ ബെൻസ് വരുന്നവനാണേലും അവനോട് നിർത്തിയേ പറ്റൂ. എത്ര വലിയ ടാങ്കർ ലോറി ആണേലും, എത്ര കോടിക്കണക്കിന് രൂപ വില ഉള്ളതാണേലും, ഈ വീട്ടിൽ കഞ്ഞി കുടിക്കാനില്ലാത്ത ഉണക്ക പോലീസ് സ്റ്റോപ്പ് കാണിച്ചാൽ നിർത്തിയേ പറ്റൂ. അതിന്റെ പേര് അധികാരം. ദൈവമക്കളെ, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊന്നും അല്ല വിഷയം. നിങ്ങളെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നീ അകത്ത് വ്യാപരിക്കുന്ന അധികാര വിഷയം. ഇന്ന് രാത്രി ചിലരുടെ മേലെ ദൈവിക അധികാരം വ്യാപരിക്കുക. നീ പറഞ്ഞ പിശാചിന് ചലിക്കാൻ പറ്റത്തില്ല. പിശാചെ നീ ഇങ്ങോട്ട് കടക്കരുതെന്ന് പറഞ്ഞാൽ കടക്കത്തില്ല. കാറ്റെ നീ അടിക്കരുതെന്ന് പറഞ്ഞാൽ അടിക്കത്തില്ല. മഴയെ നീ പെയ്യരുതെന്ന് പറഞ്ഞാൽ പെയ്യത്തില്ല. സൂര്യ നീ അവിടെ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. അതാ ദൈവിക അധികാരം. ജീസസ്. പറയാൻ ചുണയുണ്ടോ? വാ തുറന്ന് പറയാൻ ചുണയുണ്ടോ? ജീസസ്. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത്ഭുതങ്ങൾ സംഭവിക്കാത്തത് നമ്മൾ പറയാത്തതുകൊണ്ടാ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവന്റെ ഹൃദയത്തിൽ പറയുക, എടാ, സ്വർഗത്തിലെ ദൈവം എഴുന്നേറ്റ് വന്നേച്ച് പറഞ്ഞു, ലെറ്റ് ദെയർ ബി ലൈറ്റ്. അവിടെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാ വെളിച്ചം ഉണ്ടായത്. അങ്ങനെയാണ് പിന്നെ നമ്മൾ പറയാതെ ഉണ്ടാവുമോ? ഇതിനകത്ത് തുറന്ന് പറയാം, വാ തുറന്ന് പറയാമോ? എന്തുവാ ലൈഫിൽ സംഭവിക്കേണ്ടത്? ഉണ്ടാകട്ടെ എന്ന് പറ, അതുണ്ടായി വരും. ദൈവശക്തി വായിലൂടെ റിലീസ് ചെയ്ത്, വാക്കിനാൽ റിലീസ് ചെയ്യുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. രാത്രി കർത്താവ് ഇതിനകത്ത് ചിലരെ നോക്കുക. നിങ്ങൾ റിലീസ് ചെയ്താൽ, നിങ്ങൾ വാക്കുകൾ കൊണ്ട് റിലീസ് ചെയ്താൽ ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ചെന്ന് കയറുന്ന വീടിനകത്ത് നടക്കും. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. യേശുവിന്റെ നാമത്തിൽ അധികാരികളാണെന്ന് മനസ്സിലാക്കിയാൽ ആ ഒരൊറ്റ കാര്യം മതി. കർത്താവ് നമുക്ക് തന്നത് ഈ 2 കാര്യം, ഒരു പാക്കേജാണ് നമുക്ക് തന്നത്. പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് തന്നപ്പോഴേ ഒരു വലിയ പാക്കേജ് കർത്താവ് തന്നത്, അധികാരവും ശക്തിയും. പ്രൈസ് ഗാഡ്. പൗലോസ് പറയാ, ഞാനേ ചുമ്മാ പ്രസംഗിക്കുന്ന ആളല്ല, ഞാൻ പ്രസംഗിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുമെന്ന്. ജീസസ്. ഇനി അനേക ഭാഗങ്ങളിൽ നിന്ന് തന്നെ പറയാൻ പറ്റും, അനേക ഭാഗങ്ങളിൽ നിന്ന്. പൗലോസ് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പൗലോസ് പറയുക, ഞാൻ പ്രസംഗിക്കുമ്പോൾ അധികാരം വ്യാപരിക്കുക, ഞാൻ പ്രസംഗിക്കുമ്പോൾ ശക്തി വെളിപ്പെടുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ശക്തിയുടെയും അധികാരത്തിന്റെയും ഗാംഭീര്യത എത്രമാത്രം വലുതാണെന്നറിയാമോ? ഞാൻ ചോദിക്കട്ടെ, യേശുവിന്റെ നിഴലടിച്ച് ആരെങ്കിലും രോഗി സൗഖ്യമായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഈ അധികാരം കർത്താവ് അങ്ങോട്ട് കൈമാറിയപ്പോ പത്രോസ് നടന്നു പോയാൽ മതി, പത്രോസിന്റെ നിഴലടിക്കുമ്പോൾ രോഗി സൗഖ്യമാകുക. യേശു ആരെങ്കിലും നോക്കി ഭൂതത്തെ ഇറക്കിയിട്ടുണ്ടോ? ഇല്ല. പൗലോസ് നോക്കിയപ്പോ ഭൂതം വിട്ടുപോയില്ലേ? ദൈവം കർത്താവ് പറഞ്ഞത്, ഞാൻ ചെയ്തതിലും അധികം. വിശ്വസിക്കാമോ? നിങ്ങളെ കൊണ്ട് വലിയത് ദൈവം ചെയ്യിക്കാൻ പോവാ എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിനേക്കാൾ കേമന്മാരാകാൻ വേണ്ടി ഒന്നുമല്ല. പക്ഷേ അസാധാരണമായ ചിലത്. യെസ്, നിങ്ങൾ ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ പറയുകയും വേണ്ട, നോക്കുകയും വേണ്ട, നെഴലും അടിക്കണ്ട, നിങ്ങൾ വരുന്നെന്ന് അറിയുമ്പോൾ ഭൂതം അലറാൻ തുടങ്ങട്ടെ. പ്രൈസ് ഗാഡ്. ദൈവമക്കളെ, ഇന്നത്തെ കാലത്ത് ഇതുവരെ നമ്മൾ ചെയ്തതും കണ്ടതും ഒക്കെ ആയിട്ടുള്ള ഈ രീതിയിലുള്ള സുവിശേഷ പ്രവർത്തനവും ദൈവശക്തിയും സൗഖ്യവും കൊണ്ടൊന്നും ഇനിയുള്ള കാലത്ത് ആത്മാക്കളെ നേടാൻ നമുക്ക് പറ്റത്തില്ല.
കാരണം മനുഷ്യൻ മുഴുവൻ പറയുക ദൈവം ഇല്ലെന്ന്. ദൈവം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുത്തിനെ നമുക്ക് ആത്മാക്കളെ നേടാൻ പറ്റത്തില്ല. പ്രൈസ് ഗാഡ്. ഒരുത്തും പറയാം ദൈവം ഇല്ല, ദൈവം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാനുള്ള തന്റെ ചുണയും ഇന്ന് രാത്രി ശിഷ്യന്മാരായി നമുക്കുണ്ടാവട്ടെ. ഇതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിടട്ടെ. ഈ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. പ്രൈസ് ഗാഡ്. ഈ ദൈവശക്തി ഇല്ലാത്തടത്തോളം കാലം പല വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. യേശുവിന്റെ മേൽ ശക്തിയും ആത്മാവും വ്യാപരിച്ചു. യോഹന്നാന്റെ മേൽ ശക്തിയും ആത്മാവും വ്യാപരിച്ചു. ലൂക്കോസ് 1:17 കാണാം. യോഹന്നാന്റെ മേൽ യേശുവിന്റെ ആത്മാവും ഉണ്ടായിരുന്നു, ശക്തി. ഏലിയാവിന്റെ ആത്മാവും ശക്തിയോടും കൂടെ വന്നയാളാണ് യോഹന്നാൻ. യേശുവിന്റെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ഗാഡ്. അങ്ങനെയാണെങ്കിൽ ഈ പവർ നമ്മുടെ മേൽ വ്യാപരിക്കണം. ഇനി ഈ പവർ നിങ്ങളുടെ മേലുണ്ടെന്ന് ഞാൻ ഒരു വാക്യത്തിലൂടെ തെളിയിച്ചു തരാൻ പോവുക. നിങ്ങളൊന്ന് വായിച്ചേ. എഫെസ്യ ലേഖനം 1:19 ഒന്ന് വായിച്ചേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വേദഭാഗമാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. മതി. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എന്തുവാണ്? വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ, എല്ലാവരും ചേർന്ന വാക്കൊന്ന് പറഞ്ഞേ, അളവറ്റ വലിപ്പം. അളവറ്റ വലിപ്പം. അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാൻ ഈ വാക്യത്തെ ബേസ് ചെയ്തൊരു ബുക്ക് എഴുതി. എന്റെ പൊന്നെ, ഇത് ഭയങ്കര സംഭവമാട്ടോ. ഈ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എന്താണെന്ന് ഞാൻ വേഗത്തിൽ ഒന്ന് പറയാൻ പോവാ. ഞാൻ ഈ വേദഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു പല ട്രാൻസ്ലേഷൻ എടുത്ത് വായിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കിയോ. നിങ്ങളുടെ NIV വേർഷനകത്ത് കിടക്കുകയാണ്. NIV വേർഷനകത്ത്, അതായത് ഈ വചനം പറയുന്നത്, പൗലോസ് പറയുന്നത്, ഞാനും നിങ്ങളുമാകുന്ന ശിഷ്യന്മാരായിരിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത്, അതിന്റെ ഗ്രേറ്റ്നെസ്, അതിന്റെ വലിപ്പം എന്ന് പറയുന്നത്, NIV ട്രാൻസ്ലേഷൻ വായിച്ചാൽ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് ഇൻകംപാരബിളി ഗ്രേറ്റ്. ഇൻകംപാരബിളി ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു അതാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പയർ ചെയ്യാൻ പറ്റാത്ത, അളക്കാൻ പറ്റാത്തൊരു ശക്തി എന്ന്. പക്ഷെ NIV-ക്കകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ, ഇൻകംപാരബിളി ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്ര വലുതാണെന്ന്. എന്തുവാ? എന്റെ അകത്തും നിങ്ങളുടെ അകത്തും വ്യാപരിക്കുന്ന ദൈവശക്തി ലോകത്തിലുള്ള ഒരു ശക്തിയോടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് അതിനേക്കാൾ വലുതാണ്. തലയിലോട്ട് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ഈ വെളിപ്പാടൊക്കെ എന്റെ തലയ്ക്കകത്തിട്ട് കയറട്ടെന്ന്. ഇന്ന് തൊട്ട് നിങ്ങൾ ആള് മാറിയവനെ പോലെ എഴുന്നേക്കാൻ പോവാ. ഇന്ന് തൊട്ട് നിങ്ങൾ ആള് മാറിയവനെ പോലെ എഴുന്നേക്കാൻ പോവാ. പറഞ്ഞ എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ തുലനം ചെയ്യാൻ, അതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഈ ലോകത്തിൽ ഒരു ശക്തിയും ഇല്ലെന്ന്. യെസ്, ഇൻകംപാരബിളി ഗ്രേറ്റ് NIV പറയാ. അടുത്തത് KJV, കിങ് ജെയിംസ് വേർഷൻ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഇറ്റ്സ് മൈറ്റി പവർ എന്ന്. മൈറ്റി പവർ. ദൈവമക്കളെ, നിങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ലോകത്തിൽ മൈറ്റി പവർ എന്ന് പറയുന്ന വല്ലതും ഉണ്ടോ? മഹാശക്തി എന്ന് പറയുന്ന എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ? അങ്ങനൊരു സാധനമില്ല. കാറ്റിന് ശക്തിയുണ്ട്, വെള്ളത്തിന് ശക്തിയുണ്ട്, ഇലക്ട്രിസിറ്റിക്ക് ശക്തിയുണ്ട്. ഇതെല്ലാം ശക്തിയൊക്കെ നമ്മുടെ ടെക്നോളജി കൊണ്ട് അളന്നതാ. ഇതൊന്നും മഹാശക്തി അല്ല. ഇവൻ പിശാചിനെ പോലും മഹാശക്തി ഒന്നും അല്ല. അത് മഹാശക്തി ഒറ്റ ഒരാളുടെ കയ്യിലേ ഉള്ളൂ. മഹാശക്തി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ശക്തി ഒന്നേ ഉള്ളൂ. ഒന്നേ കാലില്ല, ഒന്നേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിന്റെ അകത്തുള്ളത്. ആ പരിശുദ്ധാത്മാവ് എന്റെ അകത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി, മഹാശക്തിയുടെ വലിപ്പം. ഇനി നിങ്ങൾക്ക് ഒരു രോഗിയെ കണ്ടാൽ യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകട്ടെന്ന് പറയാൻ ചുണ തന്നെ വരും. വരുമോ ഇല്ലയോ? നിങ്ങളുടെ മേഖലത്തിൽ ഒരു രോഗം ഉണ്ടെങ്കിൽ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെന്ന് പറയാൻ തന്റെ ഇടം നിങ്ങളുടെ അകത്തുനിന്ന് തന്നെ വരും. കാരണം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി, ഈ ലോകത്തിലുള്ള സകല ശക്തികളെക്കാളും അതിന്റെ മേളിൽ നിൽക്കുന്നതാണ് എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. നമ്മൾ രണ്ട് കാര്യത്തെ കുറിച്ച് പറഞ്ഞു വന്നത്. ഒന്ന് അധികാരം, ഒന്ന് ശക്തി. അധികാരവും ശക്തിയാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. ഈ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മളിങ്ങനെ പെരക്കി വിറ്റും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, എങ്ങും എത്തത്തില്ല. പ്രൈസ് ഗാഡ്. കർത്താവ് പൗലോസ് ഈ ഭാഗത്ത് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാം? 17-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ, വായിക്കണ്ട, 17-ാമത്തെ വാക്യം നമ്മളൊക്കെ മിക്കവാറും വായിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതല്ലേ. പൗലോസ് പ്രാർത്ഥിക്കുക, കർത്താവേ ഈ ജനത്തിന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. എന്തിനാ? ഇവരുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് ഇവര് മനസ്സിലാക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഈ ശക്തിയെ പ്രാപിക്കണമെന്നല്ല പറയുന്നത്. നമ്മൾ എന്തിനാ 21 ദിവസം ഉപവാസം എടുക്കുന്നേ? എന്തിനാ 40 ദിവസം ഉപവാസം എടുക്കുന്നേ? ശക്തി പ്രാപിക്കാൻ വേണ്ടിയല്ലേ?
ഈ വാക്യം വായിച്ചേച്ച ഇനി ഉപവസിക്കാവൂ. പൗലോസ് പറയുക, പ്രാപിക്കേണ്ട ഇത് നിങ്ങളുടെ അകത്തുണ്ടെന്ന്. നിങ്ങളുടെ അകത്തുണ്ടെന്ന്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ചിലരുടെയൊക്കെ മുഖമൊക്കെ ഭയങ്കര നിരാശയോടെ ഇരിക്കുന്നത്. ദൈവമക്കളെ, നിങ്ങളൊന്ന് സന്തോഷത്തോടെ നിരുന്നേ. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഈ ലോകത്തിലുള്ള സകല ശക്തികളെക്കാളും അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ. നിങ്ങൾ ഈ എഫേസ്യ ലേഖനം വായിച്ചപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാര്യം, പൗലോസ് ഇവിടെ പറയുന്ന ദൈവികമായ കാര്യങ്ങൾക്ക് മുഴുവൻ പുള്ളിക്കാരൻ ഉപയോഗിക്കുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? അതിന്റെ ഏറ്റവും കൂടിയ ഡിഗ്രിയാ പുള്ളി ഉപയോഗിക്കുന്നത്. ഒന്നിതാ, അത്യന്ത ശക്തി. ദൈവസ്നേഹത്തിന്റെ വാത്സല്യത്തെ കുറിച്ച് പറയുന്നുണ്ടോ? വാത്സല്യത്തിന്റെ അത്യന്ത ധനം, സ്നേഹത്തിന്റെ അത്യന്ത ധനം എന്ന് പറഞ്ഞാൽ ദൈവിക കാര്യങ്ങൾ മുഴുവൻ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാ പുള്ളി ഉപയോഗിച്ചിരിക്കുന്നത് ഈ ലേഖനത്തിനകത്ത്. അവന്റെ മഹിമാധനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വല്ല നമ്മൾ ഉപയോഗിക്കാറുണ്ടോ സാധാരണ? എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്നതും പറയുന്നതും ഒന്നും അല്ല. അതിനപ്പുറത്താ ദൈവത്തിന്റെ സ്നേഹം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന, നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആ ശക്തി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമാണ്. പ്രൈസ് ഗാഡ്. ഓക്കെ, ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തി ഒന്ന് ഇൻകമ്പയറബിളി ഗ്രേറ്റ് ആണ്, കമ്പയർ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. ഒന്ന്. രണ്ട്, കിങ് ജെയിംസ് പറയുന്നത് മൈറ്റി പവർ എന്ന, ഭയങ്കര ശക്തി എന്ന. ഇനി മൂന്നാമത്തെ കാര്യം, ആംപ്ലിഫൈഡ് ബൈബിൾ ഉണ്ടോ ആരുടെയും കയ്യിൽ? നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കി. ആംപ്ലിഫൈഡ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്, ഈ അളവറ്റ ശക്തി എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ഇമ്മെഷറബിൾ ആൻഡ് അൺലിമിറ്റഡ് എന്ന. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ട്രാൻസ്ലേഷൻ. ഇമ്മെഷറബിൾ ആൻഡ് അൺലിമിറ്റഡ്. ഇൻമെഷറബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് അളക്കാൻ പറ്റാത്തത് എന്നർത്ഥം. എന്റെയും നിങ്ങളുടെയും അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ ആർക്കും അളക്കാൻ പറ്റത്തില്ലെന്ന്. ദൈവമക്കളെ, ഈ ലോകത്തില് നമ്മുടെ ടെക്നോളജി അളക്കാത്ത ഏതെങ്കിലും ഒരു ശക്തിയെ കുറിച്ച് പറയാമോ? ഏതെങ്കിലും ശക്തി ഉണ്ടോ ഇന്ന് വരെ നമ്മുടെ ടെക്നോളജിക്ക് അളക്കാൻ പറ്റാത്തതായിട്ട്? ഒരു ശക്തിയുണ്ട്, ഒറ്റ ശക്തി ഇന്ന് വരെ ഒരു ടെക്നോളജിക്കും അളക്കാൻ പറ്റിയിട്ടില്ല. ഒരു ടെക്നോളജിക്കും അളക്കാൻ പറ്റിയിട്ടില്ലാത്ത ഒരു ശക്തിയുണ്ട്. അത് നിങ്ങളുടെ ഈ ഹൃദയത്തിനകത്തുണ്ട്. ആ ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി. യേശുവിന്റെ നാമത്തിൽ ഈ ശക്തി കൊണ്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങി നിന്ന ഏത് ഭൂതം മുമ്പിൽ നിൽക്കുന്ന പറയുന്നത് നിങ്ങള്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശക്തിയുടെ മുമ്പിലല്ലേ ചെങ്കടലിൽ രണ്ടായിട്ട് പിളർന്നത്? അളക്കാൻ പറ്റാത്ത ദൈവശക്തി. ഓ ജീസസ്. ഇലക്ട്രിസിറ്റിക്ക് ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റും. ഒരു കാറ്റൊരു ദേശത്തടിച്ചാൽ ദേശത്തിനെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റും. വെള്ളം ഒരു ദേശത്തേക്ക് പോയാൽ ആ ദേശം മുഴുവൻ ഒലിപ്പിച്ച് മൊത്തം നാശമാക്കും. പക്ഷെ അതെല്ലാം അളന്ന് നമ്മുടെ ടെക്നോളജി കൊണ്ട് അളന്നിട്ടുള്ളതേ ഉള്ളു. അത് മെഷേർഡാണ്. ഒരു മെഷറും ഇല്ലാതെ എന്റെ അകത്ത് ഈ അത്യന്തം, പൗലോസ് പറഞ്ഞ പദം ഓർക്കുന്നുണ്ടോ? കൊരിന്ത്യർ ലേഖനം. ഈ അത്യന്ത ശക്തി, ആ പദം അത്യന്ത ശക്തി എന്റെ സ്വന്തമല്ല എന്ന് പറയേണ്ടതിന് ഈ മൺകൂടാരങ്ങളിൽ എത്രേ പകർന്നിരിക്കുന്നത്. കരങ്ങൾ ഉയർത്തിയ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ഈ അത്യന്ത ശക്തി കർത്താവ് ഈ മൺകൂടാരത്തിനകത്തോട്ട് വെച്ചല്ലോ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഞാൻ ഇന്ന് രാത്രി പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്? ദൈവമക്കളെ, ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഈ അത്യന്ത ശക്തിയും വെച്ചോണ്ട് എവിടെയെങ്കിലും സഭായോഗത്തിന് പോയിരുന്ന് ഉറങ്ങാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾ പറ. സഭായോഗത്തിന് പോയിരുന്ന് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവന് വെളിപ്പാട് കിട്ടിയില്ലെന്ന് അതിന്റെ അർത്ഥം. പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഈ വെളിപ്പാടൊന്നും തലേ കയറിയിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. ഇത്രയും വലിയ ദൈവശക്തിയും വെച്ചോണ്ട് എവിടെയെങ്കിലും പോയിരുന്ന് ഉറങ്ങാൻ പറ്റുമോ? ഒരു പരാജിതനായി ജീവിക്കാൻ പറ്റുമോ? ഇന്ന് തൊട്ട് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക. ഇന്ന് തൊട്ട് നിങ്ങൾ ഇന്ന് വരെ ജീവിച്ചതുപോലെയല്ല. ഇന്ന് തൊട്ട് നിങ്ങൾ ജയാളികളായി, ജയോത്സവമായി, അതുകൊണ്ടാണ് വചനം പറയുന്നത് ജയോത്സവമായി നടത്തുന്നവൻ. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, മോർ ദാൻ എ കോൺകറർ എന്ന് പറഞ്ഞാൽ ജയാളിയെക്കാളും ശ്രേഷ്ഠമായി, ജയാളിയെക്കാളും. സത്യത്തിൽ നമ്മളല്ല ജയിച്ചത്, കർത്താവിന്റെ ജയം നമ്മൾ ആഘോഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തോ ചെയ്തിട്ടാ? അതായത് ജയം എന്തോ അതിന് പറയുന്നത് മോർ ദാൻ എ കോൺകറർ. അതിന്റെ മലയാളത്തിൽ എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. മോർ ദാൻ എ കോൺകറർ എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. ജയിച്ചവരല്ല നമ്മൾ ജയിച്ചവരെക്കാളും മേളില്ല. കർത്താവ് നമുക്ക് വേണ്ടി ജയിച്ച് സൗജന്യമായിട്ട് നമ്മളെ കയ്യിലോട്ട് തന്നു വെച്ച് പറയാം, മോനെ നീ എൻജോയ് ചെയ്തു മാത്രം പറഞ്ഞു. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇതിന്റെ പേരാ ക്രിസ്തീയ ജീവിതം? ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കണം. അല്ലാതെ പിശാചിനെ കാണുമ്പോൾ, പിശാച് അതിലേ വരുമ്പോ പണ്ടൊരു പാസ്റ്റർ പറഞ്ഞതുപോലെ, പിശാച് നീ പോകുന്നുണ്ടോ? ഇല്ല, എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞ് വീട്ടിൽ പോയ പോലെ അല്ല. പിശാചിന് മുമ്പിൽ തോട്ടോടുന്ന ജീവിതം അല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. ജീസസ്. ഓക്കെ, അടുത്തത് അൺലിമിറ്റഡ്. ഈ ലോകത്തിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറുകൾ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ നിങ്ങൾ?
ഈ കമ്പനികളൊക്കെ നമ്മളെ അൺലിമിറ്റഡ് കോളിംഗ് ആന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചീറ്റ് ചെയ്യല്ലേ. 5 മണിക്കൂർ വിളിച്ചു കഴിയുമ്പോൾ തീർന്നു പരിപാടി. അൺലിമിറ്റഡ് ആയിട്ട് ഒന്നേ ഉള്ളൂ എന്റെ ദൈവമക്കളെ, ഈ ലോകത്തിൽ അൺലിമിറ്റഡ് ആയിട്ട് ഒരു ലിമിറ്റും ഇല്ലാതെ വ്യാപരിക്കുന്നത് ഒന്നേ ഉള്ളൂ, പരിധിയില്ലാത്തത് ഒന്നേ ഉള്ളൂ. അത് ദൈവശക്തിയാ. ആ ശക്തി എന്റെ അകത്ത് ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങളൊന്ന് ചിരിച്ചേ, നിങ്ങളൊന്ന് സന്തോഷത്തോടൊക്കെ ഇരുന്നേ. നിങ്ങളുടെയൊക്കെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഭയങ്കരമല്ലേ? അല്ലേ? ഈ ദൈവശക്തി ഇത്രയും വലുതായിട്ട് വ്യാപരിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഭയങ്കര ഗൗരവമായിട്ട് ചിരിക്കത്തുമില്ല, അല്ലേ? കൈ കൊടുക്കത്തുമില്ല. കൈ കൊടുത്താൽ 2 വിരലൊക്കെ കൊടുക്കുള്ളൂ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് വലിയ സ്റ്റൈലിലൊക്കെ. ദൈവമക്കളെ അല്ലേ? നോ, നമ്മളൊക്കെ തുറന്നൊക്കെ ഇടപെടുന്നേ, തുറന്നൊക്കെ ഒന്ന് ചിരിക്ക്. നമ്മൾ ആരെ പേടിച്ചാ ജീവിക്കുന്നേ? ജയാളികളായിട്ട് ജീവിക്കാനല്ലേ കർത്താവ് നമ്മളെ വിളിച്ചത്. ഈ അധികാരം വെച്ചുകൊണ്ട്, ഇതൊക്കെ വെച്ചോണ്ട് നമുക്കിങ്ങനെ ആൾക്കാരോട് പകയും പണക്കവും ഒക്കെ വെച്ചോണ്ട് ഇരിക്കാൻ പറ്റുമോ? ഇതാണ് ഒരു യഥാർത്ഥ ഡിസൈപ്പിൾ, ഒരു ശിഷ്യന്റെ ജീവിതം. ഇങ്ങനെ ജീവിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ഓക്കെ, അടുത്ത ഒരു കാര്യം കൂടെ, ഇമ്മെഷറബിൾ ആൻഡ് അൺലിമിറ്റഡ് പവർ, ആംപ്ലിഫൈഡ് ബൈബിൾ പറയുന്നതാ. ഇന്നത് വേറൊരു കാര്യമുണ്ട്. NLT ബൈബിൾ വായിച്ചു നോക്കിയാൽ, NLT ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇൻക്രെഡിബിൾ പവർ എന്നാണ്. ഇൻക്രെഡിബിൾ പവർ. ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ആർക്കും വിശദീകരിക്കാൻ പറ്റാത്തത്, അതിനും അപ്പുറത്ത്. നമുക്ക് രാത്രി മുറ്റത്തിറങ്ങണമെങ്കിൽ ഒന്നുകിൽ കത്തി വേണം കയ്യില്, അല്ലെ വിളക്ക് വേണം, അല്ലെ അമ്മച്ചി കൂട്ടിന് വേണം. ഈ പരുവാ നമ്മള്, അല്ലേ? സത്യം പറയാം, ഞാൻ ഈ വാക്യം മനസ്സിലാക്കിയതിന് ശേഷം ഉണ്ടല്ലോ, ഒരു പേടിയില്ല. ഇരുട്ടത്തൊക്കെ പോകാൻ ഒരു പേടിയില്ല. ഈ വാക്യം വെളിപ്പാട് അകത്ത് കയറിയാൽ മതി, വചനം അകത്ത് കയറിയാൽ മതി, പേടി മാറും. പ്രൈസ് ഗാഡ്. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഇത്രയും വലിയ ശക്തിയൊക്കെ തന്നേക്കുമ്പോ പൗലോസ് പ്രാർത്ഥിക്കുക വിശ്വാസികൾക്ക് വേണ്ടി, കർത്താവേ ഇവരുടെ ഹൃദയത്തിന്റെ കണ്ണൊന്ന് തുറക്കട്ടെ, എന്നാൽ ഇവരൊന്ന് മനസ്സിലാക്കട്ടെ ഇവരുടെ അകത്ത് ഇത്രയും വലിയൊരു ശക്തി വ്യാപരിക്കുന്നുണ്ടെന്ന്. ഓ ജീസസ്. ഇന്ന് തൊട്ട് ചിരിക്കാത്തവർ ചിരിക്കാൻ തുടങ്ങണം. ഇന്ന് തൊട്ട് ഭയമുള്ളവർ ഭയം മാറി ജയത്തോടെ ജീവിക്കാൻ തുടങ്ങണം. അങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതം ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ മേൽ കൈമാറുക. ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ അതിന്റെ ഒരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കുറെ കൂടെ ഒന്ന് മനസ്സിലാകും. നിങ്ങൾ എഫീസ് ലേഖനത്തിന്റെ താഴോട്ട് വായിക്കുമ്പോഴേ ആ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാ. ഞാൻ തന്നെ വായിക്കാം. എഫീസ് ലേഖനം വായിക്കുമ്പോൾ, അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ ശക്തി യേശുവിന്റെ മേൽ വ്യാപരിച്ചു. ഏതാ? ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള, ഈ അളക്കാൻ കഴിയാത്ത, ഈ മൈറ്റി പവർ ആയിട്ടുള്ള ഈ ശക്തി യേശുവിന്റെ മേൽ വ്യാപരിച്ചു. യേശുവിന്റെ മേൽ വ്യാപരിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് അറിയാമോ? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. 20ാമത്തെ വാക്യം, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ഇതിലും വിളിക്കപ്പെടാൻ പോകുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. യേശുവിനെ എവിടെ ഇരുത്തിയത്? അത്യന്തം മീതെ. ഞാൻ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പിക്ചർ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ പറയുകയാണ് യേശുവിനെ പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തി. അപ്പൊ ഈ ഫാദർ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് പിതാവ് ഇരിക്കുക എന്ന് വിചാരിച്ചു. സ്വർഗത്തിലെ ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കേട്ടതാ. ഓക്കെ, പിതാവ് ഇവിടെ ഇരിക്കുക. യേശുവിനെ പരിശുദ്ധാത്മാവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെ ഇരുത്തി? ഇവിടെ സണ്ണെന്ന് എഴുതിയിരിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്ത് ഇരുത്തി. ഇനി എഫീസ് ലേഖനം 2ന്റെ 5ഉം 6ഉം വായിച്ചേ, 6ഉം 7ഉം വായിച്ചേ. മലയാളത്തിൽ 6ഉം 7ഉം. ഓക്കെ, 5 തൊട്ട് വായിച്ചു. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അയ്യോ, ആ വാക്യം മനസ്സിലായോ? നമ്മുടെ കാര്യമാണ് പറഞ്ഞത്. 2ന്റെ 1 വായിക്കുമ്പോൾ നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്ന് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, പിതാവിന്റെ വലതുഭാഗത്തിരുത്തി. ഇവിടെ വായിക്കുന്നു, അവൻ നിങ്ങളെയും ഉയർപ്പിച്ചു. എവിടെ ഇരുത്തി? പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ ഇരിപ്പ് എവിടാ? അങ്ങനെ ഇരുന്നേ, പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുക നമ്മള്, യേശു തമ്പുരാന്റെ കൂടെ. അതുകൊണ്ടാണ് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എന്നാൽ അതിന്റെ കാരണം എന്താ അറിയാമോ? നമ്മുടെ ഇരിപ്പ് ഭൂമിയിലല്ല, നമ്മുടെ ഇരിപ്പ് സ്വർഗത്തിലാണ്. യെസ്, നിങ്ങൾ അടുത്ത ആരെങ്കിലും കൊണ്ടോ കൈ കൊടുത്തൊന്ന് പറഞ്ഞേ, ഇരിപ്പ് ഇവിടെയല്ല, പിതാവിനോട് കൂടെയും പുത്രനോട് കൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞേ. അടുത്ത ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയാൻ മടിയാണോ? ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലേ കണ്ടാൽ വലിയ കണ്ടാണ്ട് പറഞ്ഞ പോലെ എന്നെ കണ്ടാൽ എന്നെ കണ്ടാൽ ഇങ്ങനെയൊക്കെ ഉള്ളു, ഞാൻ വലിയ സംഭവമാന്ന് പറഞ്ഞ പോലെ നമ്മളെ കണ്ടാൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ വലിയ സംഭവമാണ്. നമ്മൾ ഇരിക്കുന്ന സ്വർഗത്തിലാ അല്ലേ? പ്രൈസ് ഗാഡ്. എത്ര പേര് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്? എത്ര പേര് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്? നമ്മൾ പിതാവിനോട് കൂടി ഇരിക്കുന്നവനാ. അതുകൊണ്ടാ പറഞ്ഞത് പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയില്ലെന്ന്. എന്താണെന്നറിയാമോ? നമ്മൾ ഇരിക്കുന്ന സ്വർഗത്തോടു കൂടിയാ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ പിതാവ് കേൾക്കും, പുത്രൻ കേൾക്കും. അവര് കേൾക്കാൻ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മാവിൽ സ്പിരിച്വൽ റിലോ എന്ന് പറയുന്നത് ഭയങ്കരമാ. ഓ ജീസസ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ ആ ആത്മ ജീവിതത്തിന്റെ തലം ഇന്ന് രാത്രി മാറട്ടെ. ആ കണ്ണിന്ന് കണ്ണുനീരൊക്കെ ഒന്ന് തുടച്ചേ. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനി ഇങ്ങനെ വിശ്വസിക്കണം, എന്റെ മേൽ അധികാരവും ശക്തിയും വ്യാപരിക്കുന്നുണ്ട്. താക്കോല് കർത്താവ് എന്റെ തന്നേക്കുക അല്ലേ? പത്രോസിനോട് എന്താ പറഞ്ഞത്? ഞാൻ താക്കോല് നിന്റെ കൈ തരികയെന്നാ പറഞ്ഞത്. നീ തുറക്കുന്നത് സ്വർഗത്തിൽ തുറക്കപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ജീസസ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം വായിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, യേശു പറയുക, എന്റെ വചനം നിങ്ങളിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ, എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, വചനത്തോട് കൂടെ നിന്നാൽ നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും. ആ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് പറയാമോ? ഇന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിനെല്ലാം മറുപടി ഓൺ ദ സ്പോട്ടിൽ കിട്ടുമെന്ന്. അല്ലെ, അതിന് മറുപടി ഉണ്ട് ഓൺ ദ സ്പോട്ടിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് അതിന് മറുപടി ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല. വിശ്വാസത്തോടൊന്ന് പറയാമോ? അവിടെ ഇത്രയും അധികാരമൊക്കെ ആ കൈ വെച്ചേച്ച് ഇതിന് മറുപടി കിട്ടത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾ അറിയാതെ, ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം നിങ്ങളോട് പറയുക. നിങ്ങൾ അറിയാതെ തന്നെ പലതും സംഭവിച്ചു കഴിയുമ്പോഴേ നിങ്ങൾ അറിയുള്ളൂ. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ഈ കാര്യങ്ങൾ ചെയ്തു തരും. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം ഈ കാര്യങ്ങൾ ചെയ്തു തരും. വിശ്വാസമുണ്ടോ? വിശ്വസിക്കുന്നവരുണ്ടോ ആരെങ്കിലും ഇതിനകത്ത്? ഞാൻ ചോദിക്കട്ടെ, അതിനൊരു തെളിവ് ഞാൻ പറഞ്ഞിട്ട് പോവാം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടക്കുമ്പോഴേ അവര് മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, അതുകൊണ്ട് സമയാസമയത്ത് ഭക്ഷണം തരണം. അതങ്ങനെ പറഞ്ഞതിന് ശേഷമാണോ മോശ മുഖാന്തരം ദൈവം ജനത്തിന് ഭക്ഷണം കൊടുത്തേ? അല്ല. അവരുടെ ചെരുപ്പ് തേയാതിരുന്നത് അവർ ചോദിച്ചിട്ടാണോ? വെള്ളം കൊടുത്തത് ചോദിച്ചിട്ടാണോ? ചില സന്ദർഭങ്ങളിൽ വെള്ളം ഇല്ലാതൊക്കെ ദൈവം അവരെ നടത്തിയിട്ടുണ്ട്, വേറെ വിഷയം. പക്ഷേ 40 വർഷത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത്. 3 ദിവസം വെള്ളം ദൈവം കൊടുത്തില്ല, അവരെ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത. പക്ഷേ ഈ 40 വർഷം വെള്ളം ചോദിച്ചിട്ടൊന്നുമല്ല കർത്താവ് കൊടുത്തേ. അവർക്ക് രോഗം വരാതിരുന്നത് അവർ ചോദിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നും അല്ല. എന്റെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, നിന്റെ മേൽ വ്യാപരിക്കുന്ന അധികാരം നിനക്ക് വേണ്ടി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നാം ഇന്ന് ശിഷ്യന്മാരാണെന്നും നമ്മുടെ മേൽ ആ ദൈവിക അധികാരവും ശക്തിയും വ്യാപരിക്കുന്നുണ്ടെന്നും. ദൈവങ്ങളെ, ഞാൻ എന്ത് ഇതിനെ പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ വിചാരിക്കുന്നത് ഈ കണ്ണ് മൂടപ്പെട്ടിരിക്കുന്നത് ജാതികളുടെ ആണെന്നാ. കാരണം റോമാലേഖനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ക്രിസ്തുവിന്റെ തേജസ്സറിയ സുവിശേഷം ജാതികളുടെ ഹൃദയത്തിൽ പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണിനെ മൂടി വെച്ചേക്കാന്നാ നമ്മൾ ദൈവത്തിൽ വായിക്കുന്നത്. പക്ഷേ ഇവിടെ പൗലോസ് പറയുന്നത് എന്തെന്നറിയാമോ? നമ്മുടെ കണ്ണ് മൂടി വെച്ചേക്കുവാന്ന്. അറിയാം, വിശ്വാസികളുടെ. എന്തിനാ? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയല്ലേ. നിങ്ങൾ ആ 18-ാമത്തെ വാക്യം വായിച്ചേ. അവിടെ എഴുതിയിരിക്കുന്നത്, ഇവരുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുമ്പോൾ ഇവർ 2 കാര്യം തിരിച്ചറിയണം. ഒന്ന്, ഇവരുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തി എത്ര വലുതാണെന്ന് ഇവർ തിരിച്ചറിയണം. 1. 2, ഇവരെ കുറിച്ചുള്ള വിളിയുടെ ആശയം എന്താണെന്ന് തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ എന്നെ ദൈവം ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചാലേ പറ്റൂ. അതിനാണ് നമ്മൾ ഈ 3 ദിവസത്തെ ട്രെയിനിങ് ഇവിടെ നടത്തിയത്. പള്ളി പോയെന്ന് പറഞ്ഞ് കണ്ണു തുറക്കണമെന്ന് നിർബന്ധമില്ല. പൗലോസ് വിശുദ്ധന്മാർക്ക് വേണ്ടി, നിങ്ങൾ ആ എഫെസ്യ ലേഖനം 1:1 വായിച്ചേ. എഫെസോസിലുള്ള വിശുദ്ധന്മാരോട് പറയുക, വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എന്റെ കർത്താവിൽ വിശുദ്ധന്മാരുടെ കണ്ണു തുറക്കണമെന്ന്. വിശുദ്ധന്മാരുടെ എഫെസോസിലുണ്ടായിരുന്ന പൗലോസിന്റെ ശുശ്രൂഷയിലൊക്കെ പുള്ളിയുടെ വിശ്വാസികളുടെ കണ്ണു തുറക്കണമെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പറയണോ ദൈവമക്കളെ? ആ തലയിലോട്ട് കൈ വെച്ചിട്ട് പറഞ്ഞ, കർത്താവ് എന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ, എന്റെ മേലുള്ള വിളി എന്താണെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. യെസ്, എന്റെ വിളിയാലുള്ള ആശ ഇന്നതാണെന്ന് ഞാൻ തിരിച്ചറിയട്ടെ. എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ. പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്, പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിൽ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ക്രിസ്തുവിലാണെന്ന് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം.
ഇല്ലെങ്കിൽ വലിയ കഷ്ടമായിരിക്കും. അല്ലെങ്കിൽ പണ്ടാണ് നമ്മുടെ നാട്ടിലെ പിള്ളേർ പറഞ്ഞ പോലെ കട്ട പുകയായിരിക്കും നമ്മുടെ കാര്യം, കട്ട പുക. പ്രൈസ് ഗാഡ്. അടുത്ത 2 കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. 3-4 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുള്ള അതുകൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. അടുത്തത് കർത്താവ് നമുക്ക് തന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് നേരത്തെയും പറഞ്ഞു. ഒരു ഇൻഫ്ലുവൻഷ്യൽ ആണ്. നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആത്മബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ശക്തമായ ഒരു ശുശ്രൂഷ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വിജയകരമായ ആത്മജീവിതം നയിക്കാനോ നമുക്ക് പറ്റത്തുള്ളൂ. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന ശിഷ്യന്മാര്. ഈ തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടായി, നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ്. ഈ നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവിനെ ഒരു സഹായകനായിട്ടും ഒരു അഡ്വക്കേറ്റ് ആയിട്ടും നമ്മുടെ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ ഒരു ടേക്ക് കെയറായിട്ടും പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നു. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ തിരിച്ചറിയാറുമില്ല. ആ പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കാറുമില്ല. നമ്മൾ നമ്മുടെ ലോകത്തും പരിശുദ്ധാത്മാവിന്റെ ലോകത്തും. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ജീവിത ശൈലി. പൊതുവെ എല്ലാവരും കൂടടച്ച് വെടിവെക്കുകയല്ല, പൊതുവെ ഇതാണ് സംഭവം. ഞാനത് തെളിയിക്കാൻ ഒരു കാര്യം പറയാം. ഈ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോഴേ നമുക്കറിയാവുന്നതായിട്ട് ഞാൻ പറഞ്ഞെങ്കിൽ വിടാം, നിങ്ങൾ ഒന്നിനോ ശ്രദ്ധിച്ചാൽ മാത്രം മതി. യോഹന്നാൻ പറയുന്ന കാര്യം ഇതാണ്. യേശുവിന്റെ വാക്കുകളാണ് അദ്ദേഹം അവിടെ പറയുന്നത്. യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോവുക. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ, മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയച്ചു തരും. ഇതിന്റെ അടുത്ത കർത്താവ് പറയുക, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലായകയാൽ അവനെ പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നതാകൊണ്ട് നിങ്ങൾ അവനെ അറിയുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം അവൻ എന്നുള്ളൊരു പദമാണ്. ആർക്കാ? പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അവൻ എന്നുള്ളൊരു പദമാണ്. ഞാനതിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെ പറയാം. അവൻ എന്നൊരു പദം എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമേ അവൻ എന്നുള്ള പദം ഉപയോഗിക്കുള്ളൂ. പരിശുദ്ധാത്മാവ് ആത്മാവായിട്ട് നമുക്കറിയാം. പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ട് നമുക്കറിയാം. എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് അറിയാം? നിങ്ങൾ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് അറിയാം? പ്രൈസ് ഗാഡ്. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിയുന്ന ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം മുതൽ, ഇപ്പോൾ മുതൽ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട്, ശക്തിയുള്ള ആത്മാവായ ഒരു വ്യക്തിയായിട്ട് നിശ്ചയമായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഇപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാമോ? നിങ്ങളുടെ മുറിക്കകത്ത് ഒരു വ്യക്തി നിപ്പുണ്ട്. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ ഒരു വ്യക്തി നിങ്ങളുടെ മുറിക്കകത്ത് നിപ്പുണ്ട്. കാണാൻ പറ്റുമോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ആ ഭാഗത്തിലേക്ക് വരാം. ഉദാഹരണമല്ല, ഒരു സംഭവം, നടന്ന സംഭവം. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ, മീറ്റിങ്ങിനകത്ത് വന്നപ്പോൾ ആ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കഥ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ആവർത്തന വിരസതയാണെങ്കിൽ ക്ഷമിക്കുക, ബാക്കിയുള്ളവർ കേൾക്കുക. സിംഗപ്പൂരിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു, മെർലി എന്ന് പറയുന്ന ഒരു സഹോദരി. ഞാൻ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? പറഞ്ഞായിരുന്നു? ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ വേഗത്തിലൊന്ന് പറയാം. മെർലി എന്ന് പറയുന്ന ഒരു സഹോദരി. പുള്ളിക്കാരിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. പ്രസംഗിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ പുള്ളിക്കാരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിക്കകത്ത് മേഘം ഇറങ്ങി വരും. ലിറ്ററലി മേഘം ഇറങ്ങി വരും. കാണാൻ പറ്റുന്ന പോലെ മേഘം ഇറങ്ങി വരും. ആ മേഘം അങ്ങനെ മുറിക്കകത്ത് മൂടും. ആ മേഘത്തിനകത്തുനിന്ന് കർത്താവിനോട് സംസാരിക്കും. ഒരിക്കൽ അവൾ അമേരിക്കയിലേക്ക് ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുക. സിംഗപ്പൂരിലേക്ക് പോകുന്ന വഴിയിൽ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഫ്ലൈറ്റ് വെച്ച് മരിച്ചുപോയി. അവിടെ ചെന്നിറങ്ങി ഫ്ലൈറ്റുകാർ അവളോട് ചോദിച്ചു, സഹോദരി എന്തുവാ ചെയ്യണ്ടേ? നമുക്ക് ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുപോകണോ അതോ അമേരിക്കയിൽ അടക്കണോ? പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ എന്റെ ആത്മപ്രിയനോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, എന്റെ കർത്താവിനോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. പ്രൈസ് ലോർഡ്. എന്റെ ആത്മപ്രിയനോട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അവിടെ വെച്ച് പുള്ളിക്കാരിക്ക് അവരൊരു റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തു. പുള്ളിക്കാരി ആ മുറിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് മുറിക്കകത്ത് കയറിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവളോട് ചോദിച്ചു. ആ മേഘത്തിനകത്തുനിന്ന ശബ്ദം അവൾ കേട്ടു. ആ ശബ്ദത്തിനകത്തുനിന്ന് ഇതാണ് പറഞ്ഞത്, മെർലി, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്തു തരേണ്ടത്? അവള് പറഞ്ഞു, എന്റെ ഭർത്താവിനെ എനിക്ക് ജീവനോടെ വേണം. അവളോട് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ആ മോർച്ചറിയുടെ മുമ്പിൽ ചെന്നിട്ട് നീ ഭർത്താവിന്റെ പേര് വിളിക്കാൻ പറഞ്ഞു. അവൾ ആ മുറിയുടെ മുമ്പിൽ ചെന്ന്, മോർച്ചറിയുടെ മുമ്പിൽ ചെന്ന് ഭർത്താവിന്റെ പേര് വിളിച്ചു. ആ മനുഷ്യൻ, മരിച്ച ശവം, ഡെഡ് ബോഡി കണ്ണു തുറന്ന് ഇറങ്ങി വന്നു. ഒരു പാവപ്പെട്ട സ്ത്രീ, ഒന്നും അറിയത്തില്ല, പ്രാർത്ഥിക്കാൻ മാത്രം അറിയാവുന്ന ഒരു സ്ത്രീ. പ്രൈസ് ഗാഡ്. അവളെ ഒരിക്കൽ ഈ കഥ എന്നോട് പറഞ്ഞ ദേവദാസൻ, ഞാനൊരു ദേവദാസൻ പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടതാ. ആ ദേവദാസൻ പറഞ്ഞു, എനിക്ക് സൗദിയിൽ ഒരു ചർച്ച ഉണ്ട്, 10,000-2000 പേരുണ്ട് എന്റെ ചർച്ചില്, അവിടെ വന്നൊന്ന് പ്രസംഗിക്കാമോ? ആ സഹോദരി പറഞ്ഞു, എന്റെ പൊന്നു ദേവദാസനെ എന്നെ വിളിക്കല്ലേ, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലും പ്രസംഗിക്കാൻ അറിയാമോ? നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ അറിയാവുന്നു, ഇതൊന്നും അല്ല വിഷയം. ദൈവമായിട്ടൊരു ബന്ധമുണ്ടോ? പരിശുദ്ധാത്മാവായിട്ട് ബന്ധമുണ്ടോ? സ്വർഗം ഇറങ്ങി വരും.
ജീസസ് ഇന്ന് രാത്രി ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പോവുക. നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, നിങ്ങൾ സഞ്ചരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി നടക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് എന്ന് നിങ്ങൾ വരുമോ അന്ന് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ തലം മാറും. പ്രൈസ് ഗാഡ്. നിങ്ങൾക്കൊന്ന് സെൻസ് ചെയ്യാമോ? നിങ്ങളിപ്പോൾ നിൽക്കുന്ന മുറിക്കകത്ത്, നിങ്ങളുടെ മുറിക്കകത്ത് ഒരു വ്യക്തിയുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കണ്ണടച്ച് ഹൃദയം കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റും. ജീസസ്. ഹല്ലേലൂയ. ഇന്നു വരെ ക്രിസ്തീയ ജീവിതം നയിച്ചതുപോലെ ഇനി നയിക്കല്ലേ. ഇന്നു വരെ ജീവിച്ചതുപോലെ ഇനി ജീവിക്കരുത്. ഇന്നു വരെ കരഞ്ഞതുപോലെ ഇനി കരയരുത്. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കരയരുത്. ഞാൻ അധികാരിയാണെന്ന് മനസ്സിലാക്കി അധികാരത്തെ ഉപയോഗിക്കാൻ തുടങ്ങാം. പ്രൈസ് ഗാഡ്. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം. വാ തുറന്നാലേ ദൈവപ്രവൃത്തി നടക്കൂ. വാ തുറന്ന് കൽപ്പിക്കാൻ പഠിക്കണം. വാ തുറന്ന് കൽപ്പിക്കാൻ പഠിക്കണം. നമ്മുടെയൊക്കെ പെന്തക്കോസിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആമേനും സ്തോത്രം പറയണമെങ്കിൽ വിശ്വാസികളെ കൊണ്ട് പറയിക്കണം. കൈ ഉയർത്തനെ പറയിക്കുന്നുണ്ട്. എന്തോ ഗതികേടാന്ന് പറ. വർഷിപ്പ് ലീഡർമാരുടെ ഗതികേടെ. കൈ ഉയർത്താൻ പറയണം, സ്തോത്രം പറയാൻ പറയണം, എഴുന്നേക്കാൻ പറയണം. ഈ ഗതികളൊന്നും ദൈവമക്കളെ നമുക്കുണ്ടാകല്ലേ, നമ്മുടെ ലൈഫിൽ ഉണ്ടാവല്ലേ. ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാൻ മടിക്കല്ലേ. ദൈവത്തെ സ്തുതിക്കുന്ന സ്ഥലത്ത് ആരാധിക്കാൻ മടിക്കല്ലേ. അവൻ ആരാധ്യ പുരുഷൻ, അവൻ വലിയവനാ. ഉടരപകൽ ഖനാറിയാധനാദര ശിഖിലേധ. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് അവൻ വലുതാ. ഓ റിഖേമാനസ്യാധന. നിങ്ങൾ ഒരു കാര്യമാണ്, ഞാൻ ഈ 2024 അവസാന നിമിഷത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പറഞ്ഞൊരു കാര്യം അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ ദയവായിട്ട് നിങ്ങളോട് പറയാം. നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനാ വിഷയത്തിന്റെ ബുക്ക് മടക്കി വെച്ചേച്ച് എഫെസ്യ ലേഖനം 1:17 വായിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുക, ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ഇവർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്ന്. എന്താണെന്നറിയാമോ? ദൈവജനത്തിന് വേണ്ടിയത് വീടും വണ്ടിയും വള്ളവും വിസയും അല്ല വേണ്ടിയത്. ജനത്തിന് വേണ്ടിയത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. ഇന്ന് രാത്രി എത്ര പേരുണ്ട് ചുണയോടെ പ്രാർത്ഥിക്കാൻ? കർത്താവേ, എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകാൻ. നിങ്ങൾ ആ വാക്യം പിടിച്ചൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് വായിക്കണേ. എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകാൻ. പൗലോസ് പ്രാർത്ഥിക്കുക ജനത്തിനു വേണ്ടി. ഈ ജനം വിശുദ്ധന്മാരാ, ഇവര് വിശുദ്ധന്മാരാ, ദൈവസഭയുടെ അംഗമാ, പക്ഷെ ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം ഇല്ലെന്ന്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണമെന്ന് പറഞ്ഞാൽ, നമുക്ക് വെളിപ്പാടുണ്ടെങ്കിലേ, നമുക്ക് ജ്ഞാനത്തിന്റെ ആത്മാവുണ്ടെങ്കിലേ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ വേഗത്തിൽ അതിന് 1-2 ഉദാഹരണം പറയാം. ബെസലേലിനോട്, ഒഹോലിയാവിനോട് മോശ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സമാഗമന കൂടാരം എങ്ങനെയാ പണിയേണ്ടതെന്ന്. എടാ, ദൈവം പറഞ്ഞു കൊടുത്ത മാതൃക പ്രകാരം ഇവര് പണിയത്തില്ലേ? പക്ഷെ ദൈവം പറഞ്ഞു, അവരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ എന്റെ ജ്ഞാനാത്മാവിനാൽ അവരെ നിറയ്ക്കട്ടെ, എന്നാലേ ഞാൻ പറഞ്ഞ എന്താന്ന് ഇവന് പിടികിട്ടത്തുള്ളൂ. ഈ ബൈബിൾ ഉണ്ടല്ലോ, ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ജ്ഞാനത്തിന്റെ ആത്മാവ് വേണം. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്ക്, ദൈവമേ, ഈ വചനം മനസ്സിലാക്കാൻ എനിക്ക് ജ്ഞാനത്തിന്റെ ആത്മാവ് വേണം. വെളിപ്പാട് 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 വെളിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? 119 സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവമേ, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണ് തുറക്കണമേ. ഇന്ന് രാത്രി നമുക്ക് വണ്ടിയും വള്ളമൊക്കെ വിട്ടേച്ച് കർത്താവിനോട് പറയാം, എന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകുവാൻ ദൈവമേ, എന്റെ മേൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണമേ. നമുക്ക് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ എന്തിനാണ് കർത്താവ് വിളിച്ചതെന്നുള്ള വിളി തിരിച്ചറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എന്താണെന്ന്, അതിന്റെ വലിപ്പം എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. നിങ്ങൾ എഫെസ്യ ലേഖനം ഇന്ന് രാത്രി ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് വായിക്കണേ, ധ്യാനിച്ച് വായിക്കണം. ആ 1-ാമത്തെ അധ്യായം. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ കണ്ണിനെ ദൈവം തുറക്കാൻ പ്രാർത്ഥിക്കുക. പൗലോസ് പ്രാർത്ഥിക്കുക, സഭയിലെ വിശ്വാസികളുടെ കണ്ണ് തുറക്കാൻ. ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, എന്റെ കണ്ണ് ഇനിയും തുറക്കണേ, എനിക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ഇനിയും മനസ്സിലാക്കാൻ. 8-ാം സങ്കീർത്തനത്തിൽ വായിക്കുകയാണ്, നീ ഉണ്ടാക്കിയ ആകാശത്തെയും നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നോക്കുമ്പോൾ നീ മനുഷ്യനെ, മർത്യപുത്രനെ ഓർക്കേണ്ടതിന് അവൻ എന്ത് മാത്രം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സൃഷ്ടിയെയും ദൈവത്തിന്റെ വലിപ്പത്തെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലെന്ന്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ദൈവിക ജ്ഞാനവും വെളിപ്പാടും നമുക്ക് വേണം. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് റൈറ്റ് നൗ. നിങ്ങളുടെ മേലൊരു വലിയ ദൈവ സാന്നിധ്യത്തെ പകരാൻ ദൈവം ആഗ്രഹിക്കുക. ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്നവര്, പരിശുദ്ധാത്മാവിന്റെ അധികാരത്തെയും ശക്തിയെയും എക്സസൈസ് ചെയ്യുന്നവര്. അതാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിച്ചത്.
ഒരു കാര്യം കൂടെ, പ്രാർത്ഥനയെ കുറിച്ച് കൂടെ പറയണമായിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് സമയമില്ലല്ലോ. പ്രാർത്ഥനയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഒന്ന് ദൈവത്തിന്റെ വചനമാണ്. ഓക്കെ, നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ പറഞ്ഞങ്ങ് വിടുക. ദൈവമായിട്ട് നമുക്ക് വലിയ വലിയ അടുത്തൊരു ബന്ധം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനവുമായിട്ട് ഭയങ്കര ഡീപ്പിലൊരു ബന്ധം നമുക്കുണ്ടാകട്ടെ. ആഴത്തിലൊരു ബന്ധം നമുക്കുണ്ടാകട്ടെ. ഓ ജീസസ് അറാബകൽഖനാഥൻ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചേ. നിങ്ങളുടെ മറ്റു ചിന്തകളെല്ലാം ഒന്ന് മാറ്റിവെച്ചേ. നിങ്ങളുടെ മുറിക്കകത്ത് ഇപ്പോൾ യേശു തമ്പുരാൻ നിപ്പുണ്ട്. നിങ്ങളുടെ തൊട്ടു മുമ്പിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ തൊട്ടു മുമ്പിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വ്യക്തിക്ക് നിങ്ങളെ തൊടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ആ വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങളുടെ ചെവി മന്ത്രിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് രാത്രി ഈ സാന്നിധ്യം നിങ്ങളോട് സംസാരിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. ഇന്ന് രാത്രി ദർശനത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടും. ചിലരുടെ ദർശനത്തിന്റെ മണ്ഡലത്തെ ദൈവാത്മാവ് തുറക്കാൻ ആഗ്രഹിക്കുക. ചിലരോടൊക്കെ ദൈവാത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ചിലരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ സന്ദേശങ്ങൾ കൈമാറാൻ ആഗ്രഹമുണ്ട്. ദൈവവചനത്തിന്റെ അത്ഭുതങ്ങളെ നിങ്ങളുടെ മുമ്പിൽ റിവീൽ ചെയ്യാൻ കർത്താവിന് പദ്ധതിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തൊട്ടു മുമ്പിൽ പരിശുദ്ധാത്മാവ് ബന്ധിപ്പുണ്ട്. ആ പരിശുദ്ധാത്മാവ് തന്റെ കരം നീട്ടി നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുക. ഒരു ചൂട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിന്മേൽ അനുഭവിക്കട്ടെ. കർത്താവിന്റെ കരസ്പർശനം ഇപ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കട്ടെ. യെസ്, നമ്മളെ വെറും വിശ്വാസത്താൽ മാത്രമല്ല ആത്മജീവിതം എന്ന് പറയുന്നത്. ആത്മജീവിതം, പുതിയ നിയമത്തിലെ ആത്മസാന്നിധ്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാ. ഇന്ന് രാത്രി തൊട്ടത് ഒന്ന് അനുഭവിച്ചു തുടങ്ങിക്കേ. ഒരു പുതിയ തീരുമാനത്തിലോട്ട് വന്നേ, കർത്താവ് ഞാൻ ഇന്ന് തൊട്ട് ശിഷ്യനായിട്ട് ജീവിക്കുക. വിശ്വാസിയായിട്ടല്ല ഇനി എന്റെ ജീവിതം. ഒരു നല്ല ഇഫക്റ്റീവ് ശിഷ്യനായിട്ട്. ഇഫക്റ്റീവ് ആകുന്നത് ഇങ്ങനെ ദൈവ സാന്നിധ്യത്തിന്റെ കൂട്ടത്തിലാണ് നമുക്ക് ഇഫക്റ്റീവ് ആകാൻ പറ്റൂ. നമ്മൾ ശ്രമിച്ചാൽ ഒന്നും ഇഫക്റ്റീവ് ആകാൻ പറ്റത്തില്ല. നമ്മൾ എത്ര വാചാലരായി പറഞ്ഞാലും ഇഫക്റ്റീവ് ആകാൻ പറ്റത്തില്ല. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇഫക്റ്റീവ് ആകും. പരിശുദ്ധാത്മാവ് ഒരുത്തിനെ ഉയർത്തുന്നത്, പരിശുദ്ധാത്മാവ് ഒരുത്തിനെ വളർത്തുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളിൽ ചിലരെ വളർത്താൻ ആഗ്രഹിക്കുക. നീ എവിടെയെങ്കിലുമൊക്കെ തകർന്നു പോയെന്നും ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ തകർന്നു പോയെന്നും തളർന്നു പോയെന്നും എനിക്ക് വിജയിക്കാൻ പറ്റത്തില്ലെന്നും ഉയരാൻ പറ്റത്തില്ലെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് തകർന്നെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? തകർന്നെടുത്തൊന്നും നിന്നെ ഉയർത്തും ദൈവം. ഈ സാന്നിധ്യം ചിലരെ ഇന്ന് രാത്രി തൊട്ട് ഉയർത്താൻ തുടങ്ങുക. യോസഫിനെ പോലെ പൊട്ടക്കിണറ്റി കിടക്കുന്ന ദൈവ പൈതലേ, നിന്നെ ആ പൊട്ടക്കിണറ്റി നീ സാന്നിധ്യം ഉയർത്തും. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യവും നിന്റെ മേലുള്ള ദൈവിക അധികാരവും ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് നിന്നെ പൊക്കിക്കൊണ്ടുവരും. ചില കൂട്ടുകാരെ നിന്നെ പൊട്ടക്കിണറ്റിലിട്ടില്ലേ? നിന്റെ സഹോദരങ്ങളെ നിന്നെ പൊട്ടക്കിണറ്റിലിട്ടില്ലേ? നിന്റെ സ്വന്തക്കാര് തന്നെ നിന്നെ പൊട്ടക്കിണറ്റിലിട്ടില്ലേ? ഇന്ന് പൊട്ടക്കിണറ്റിന്റെ അനുഭവം പോലെ കിടക്കുക. എങ്ങോട്ട് കയറണമെന്ന് അറിയത്തില്ല, ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിന്നെ ആ സ്ഥിതിക്കകത്തുനിന്ന് ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ചിലർ ശുശ്രൂഷയ്ക്കകത്ത് പൊട്ടക്കിണറ്റിനകത്ത് കിടക്കുന്ന പോലെ കിടക്കുക. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിന്നെ ഈ പൊട്ടക്കിണറ്റിന് ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവാ. ചില പോത്തിപ്പേറിന്റെ വീട്ടിൽ ദൈവം നിന്നെ കൊണ്ട് നിർത്തും. ആ വീട് നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. നീ ചെല്ലുന്ന ആ വീട്, നീ ചെല്ലുന്ന സ്ഥലം, യോസഫിനെ കുറിച്ച് വായിക്കുന്നത് കാരാഗൃഹം പോലും യോസഫ് മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടു എന്നാ. നീ എവിടെ കിടക്കുന്നു എന്നുള്ളതല്ല വിഷയം. നീ കിടക്കുന്നിടം അനുഗ്രഹമാക്കി മാറ്റും. നിന്നെ അനുഗ്രഹത്തെ ഉള്ളിടത്ത് കൊണ്ട് എത്തിക്കുകയല്ല, നീ നിൽക്കുന്നിടത്ത് അനുഗ്രഹം കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും. അത് വിശ്വസിക്കാൻ ആർക്കെങ്കിലോ പറ്റുമെങ്കിലോ സ്വീകരിച്ചു ആത്മാവിൽ. പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ തുറക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെ ദൈവാത്മാവ് മാറ്റുന്നു. ജീവിതത്തിന്റെ നിലവാരത്തെ. യെസ്, പത്രോസിന്റെ ലൈഫിൽ ഈ പരിശുദ്ധാത്മാവിന്റെ എൻകൗണ്ടർ ഉണ്ടായതിനു ശേഷം പത്രോസ് കൈതൊട്ടതിൽ ഒന്നും പരാജയപ്പെട്ടിട്ടില്ല കേട്ടോ. പരിശുദ്ധാത്മ ജീവിതത്തിൽ ചില പരാജയം അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട്. തൊട്ടതും പിടിച്ചതും മുഴുവൻ പരാജയം. നിന്റെ പരാജയത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി മാറ്റുക. ആ കൈ നീട്ടി വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിനെ ഒന്ന് പിടിക്കാമോ? പരിശുദ്ധാത്മാവിനെ ഒന്ന് പിടിക്കാമോ? കൈ വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന്റെ കൈ പിടിച്ചേ. എന്നിട്ട് ഇനി പരിശുദ്ധാത്മാവിനെ അങ്ങേ വിട്ട് കളിക്കുന്ന ഒരു പരിപാടി എന്റെ ജീവിതത്തിൽ ഇല്ലെന്നൊന്ന് പറ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വിട്ട് കളിക്കുന്ന ഒരു പരിപാടി, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടി, ഒരു വർത്തമാനവും ഒരു ബന്ധങ്ങളും എന്റെ ലൈഫിൽ ഉണ്ടാകത്തില്ലെന്നൊന്ന് തീരുമാനിച്ച പരിശുദ്ധാത്മാവിനോട് പറയാമോ? ഇന്ന് തൊട്ട് നിന്റെ ജീവിതം എവിടെ പരാജയമായിരുന്നു ആ പരാജയത്തെ വിജയമാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. നിന്റെ ജീവിതത്തിലെ പരാജയങ്ങൾ മുഴുവൻ ഒരു ടെസ്റ്റ് മണിയാക്കി ദൈവത്തിന്റെ ആത്മാവ് മാറ്റാൻ ആഗ്രഹിക്കുക. ഓ ജീസസ്, ജീസസ്. നഷ്ടപ്പെട്ട സമയങ്ങളെ ദൈവത്തിന് മാത്രമേ തിരിച്ചു തരാൻ പറ്റത്തുള്ളൂ. കർത്താവ് തിരിച്ചു തരും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ.
ഒരു ഇഫക്റ്റീവ് ഡിസൈപ്പിളായി കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഇഫക്റ്റീവ്നെസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഇന്നു വരെ നമ്മളെ ഒതുക്കി വെച്ചതിനകത്ത് നീ ശുശ്രൂഷയ്ക്കകത്ത് പുറത്തോട്ട് പോകണ്ട, നീ ശുശ്രൂഷയ്ക്കകത്ത് വളരണ്ട, നീ ജീവിതത്തിൽ വളരണ്ട, സാമ്പത്തികത്തിൽ വളരണ്ട, ആത്മീകത്തിൽ വളരണ്ട, നീ ഒരു തരത്തിൽ ഉയരണ്ടെന്ന് പറഞ്ഞ് ഇതുവരെ ഒതുക്കി വെച്ചതിന് മുഴുവൻ വെള്ളത്തിന്റെ മണമടിക്കുമ്പോൾ പൊട്ടിക്കളക്കേണ്ടതൊക്കെ പൊട്ടിക്കിളക്കും. പരിശുദ്ധാത്മാവ് വെള്ളം. ഇന്ന് ആ പരിശുദ്ധാത്മാവിന്റെ വെള്ളം നിങ്ങളിലേക്ക് ഒഴുകുക. ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ ദൈവാത്മാവിനോട് പറഞ്ഞൊരു പ്രാർത്ഥനാ വിഷയം. ഓ ജീസസ്, ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, യാചിക്കുന്ന ഏവനും കിട്ടും, യാചിക്കുന്നവന് മുട്ടുന്നവന് തുറക്കും. എന്തോന്നറിയാമോ? തന്നോട് യാചിക്കുന്നവർക്ക് താൻ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഇന്നോട്ട് പരിശുദ്ധാത്മാവിനെ അധികം ചോദിച്ചു തുടങ്ങണേ. പരിശുദ്ധാത്മാവിനെ എനിക്ക് അധികം വേണമെന്നൊന്ന് ചോദിച്ചു തുടങ്ങാമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ 7:37 നമ്മൾ വായിക്കുന്നു, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ് യേശു പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചത്രേ. അത് നദി പോലെ, വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് നദി പോലെ പുറപ്പെടും. യെസ്, ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ അകത്തുനിന്നൊക്കെ സംഭവിക്കട്ടെ. നിങ്ങളുടെ കണ്ണിനകത്ത് അധികാരം വ്യാപരിക്കട്ടെ, നിങ്ങളുടെ നാവിന് മേൽ അധികാരം വ്യാപരിക്കട്ടെ. നാളെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. കർത്താവ് പറയുക, നിന്നെ ഞാൻ എന്റെ നാവ് പോലെ ആക്കുമെന്ന്. രാത്രി ആരോടോ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ ഇന്ന് തൊട്ട് പറയുന്നതൊക്കെ ദൈവം പറയുന്നതിന് തുല്യമായിരിക്കും. നമ്മൾ നാളെ അത് ചിന്തിക്കും. മോശയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. പുറപ്പാട് പുസ്തകം 7:1 മോശയോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കിയിരിക്കുകയാണ്. നിന്നെ ഞാൻ ഫറവോന് ദൈവമാക്കിയിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ നിസ്സാരക്കാരല്ല കേട്ടോ. യെസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ കൂടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ ജനത്തിന്റെ മേൽ വലിയ ദൈവസാന്നിധ്യത്തിന്റെ ആ വലിയ പകർച്ച, ദൈവസാന്നിധ്യത്തിന്റെ വലിയ പകർച്ച ഇവരുടെ മേൽ ഇപ്പോൾ അയക്കണമേ. ദൈവസാന്നിധ്യത്തിന്റെ വലിയ പകർച്ച ഇന്ന് വരെ ഇവരുടെ ലൈഫിന്റെ ചരിത്രത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവസാന്നിധ്യം ഇന്ന് രാത്രി തൊട്ട് അനുഭവിക്കുവാൻ ഓ ദൈവം കൃപ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. ദൈവം കൃപ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. ദൈവം കൃപ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ഇവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവസാന്നിധ്യത്തിന്റെ കമ്പനി, പരിശുദ്ധാത്മാവിന്റെ സഖ്യത, പരിശുദ്ധാത്മാവിന്റെ സഹവാസം അവർ അനുഭവിച്ചു തുടങ്ങട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അവകാശമാണല്ലോ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ സഹായകനാണല്ലോ. ഒരു വ്യക്തി കൂടെ നടക്കുന്ന പോലുള്ള ഫീൽ തന്നെ ഉണ്ടാകട്ടെ കേട്ടോ. യെസ്, ഒരു വ്യക്തി കൂടെ നടക്കുന്ന അനുഭവം അവർ സെൻസ് ചെയ്യട്ടെ. ആരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഫീൽ അവർക്ക് ഫിസിക്കലി തന്നെ ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം കേവല ശക്തി മാത്രമല്ല, നമ്മുടെ ദൈവം കേവലം ആത്മാവ് മാത്രമല്ല, അവനൊരു വ്യക്തിയും കൂടാ. ഇന്ന് രാത്രി ആ വ്യക്തി നിങ്ങളെ മാറോട് ചേർത്ത് അണയ്ക്കുകയാ. അവനിന്ന് രാത്രി നിങ്ങളെ ചേർത്ത് പിടിക്കുകയാ. ഇന്ന് രാത്രി ആ സാന്നിധ്യം നിങ്ങളെ ചേർത്ത് പിടിക്കുകയാ. നിങ്ങൾ ഇനി അനാഥരല്ല. കർത്താവ്, ഇവരുടെ പരാജയങ്ങൾ വിജയമാകട്ടെ, ഇവരുടെ തകർച്ചകൾ ഉയർച്ചയാകട്ടെ, ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും ഇന്ന് കർത്താവിനെ പോസിറ്റീവ് ആക്കുന്നതുകൊണ്ട് സ്തോത്രം. അത് ചെയ്തു തരാൻ കഴിവുള്ള പരിശുദ്ധാത്മാവ് കൂടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഒരു നല്ല ഇഫക്റ്റീവ് ശിഷ്യന്മാരായി ഇന്ന് തൊട്ട് കർത്താവെ അങ്ങയുടെ വയലിൽ അധ്വാനിപ്പാൻ, അനേകരെ കർത്താവിന് വേണ്ടി തീക്കകത്ത് ചെന്ന് പിടിച്ചുകൊണ്ടുവരാൻ, ഇരുട്ടിനകത്ത് ചെന്ന് അവിടുന്ന് പിടിച്ചുകൊണ്ട് വരാൻ, കർത്താവിന്റെ രാജ്യത്തിനകത്ത് കൊണ്ടു നിർത്താൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവരിലുള്ള കൃപ തരണേ കർത്താവെ. അങ്ങയുടെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഈ കാലത്ത് ദൈവമേ, അങ്ങയുടെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാനും ഞങ്ങൾക്ക് ഒരുങ്ങുവാനും കൃപ ചെയ്യണേ കർത്താവെ. ഞങ്ങൾ പ്രസംഗിച്ചിട്ട് ഞങ്ങൾ നശിച്ചു പോകുന്നവരായിട്ടല്ല, ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് മറ്റുള്ളവരെയും ഞങ്ങളെയും രക്ഷിക്കുന്നതായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഈ കൂട്ടത്തെ അനുഗ്രഹിക്കുന്നു. എൻ്റെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. മഹത്വം പങ്കെടുക്കണം യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇന്ന് തൊട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ഇനി സാധാരണക്കാരല്ല. അസാധാരണ സാന്നിധ്യം വഹിക്കുന്ന അസാധാരണ ആൾക്കാരാണ് നമ്മൾ സാധാരണക്കാരാ. പക്ഷെ നമ്മൾ വഹിക്കുന്ന സാന്നിധ്യം അസാധാരണമാണ്. അതുകൊണ്ട് നമ്മൾ അസാധാരണക്കാരാ. കർത്താവിന് മഹത്വം കൊടുക്കാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് കർത്താവ് ദാസന് കൈമാറുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ. ആമേൻ. അനുഗ്രഹിക്കുന്ന ക്ലാസ്സുകൾ ഈ രാത്രിയിലും പകലും നമുക്ക് കേൾപ്പാൻ സ്വർഗ്ഗമടിയെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നാളെ രാത്രി 9:30 വീണ്ടും മീറ്റിംഗ് കൊണ്ട് കടന്നു വന്ന് സംബന്ധിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശീർവാദത്തോടെ വണങ്ങിപ്പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിലും, വിശേഷാൽ ഈ രാത്രി പകൽ വന്ന് സംസാരിച്ച ദൈവദാസനോടും കുടുംബത്തോടും ശുശ്രൂഷയോടും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ രാത്രി ഇന്ത്യൻ ടൈം 9:30 വീണ്ടും മീറ്റിംഗ് ഉണ്ട്. കടന്നു വന്ന് പങ്കെടുക്കുക. ഗോഡ് ബ്ലസ് യു ഓൾ. ഗുഡ് നൈറ്റ്. മാറാനാഥ.